മുന്നോട്ടേക്ക് പോകുന്ന സമയത്ത് എന്താണ് CUET എന്ന് പറയുന്ന സമയത്ത് പ്രത്യേകതയുള്ളത് എന്നുള്ളത് കൂടി നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. കാരണം സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലേക്ക് നേരത്തെ ഉണ്ടായിരുന്ന സിസ്റ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടേതായിട്ടുള്ള എൻട്രൻസ് എക്സാമിനേഷൻ നടത്തുകയും അവരുടേതായ അഡ്മിഷൻ പ്രോസസ് നടത്തുകയും ചെയ്യുന്ന ഒരു സിസ്റ്റമായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത്. അതിൽ നിന്നും മാറിയിട്ട് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഒരു കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് എക്സാമിനേഷനിലേക്ക് മാറിയിട്ട് ഏകദേശം 2-3 വർഷം ആവുന്നേ ഉള്ളൂ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം, സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം ഒരു മൾട്ടിപ്പിൾ സ്വഭാവത്തിൽ ഒരു ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി, ഒരു സിംഗിൾ വിൻഡോ ഓപ്പർച്യൂണിറ്റി എന്ന സ്വഭാവത്തിൽ കൂടിയാണ് എന്ത് ചെയ്യുന്നത് വരുന്നത്. അതോടുകൂടി വിവിധ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലേക്ക്, ഡീംഡ് യൂണിവേഴ്സിറ്റികളിലേക്ക്, സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികളിലേക്ക്, പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളിലേക്ക് എല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പറയുന്ന CUET എന്ന് പറയുന്ന എൻട്രൻസ് എക്സാമിനേഷൻ എഴുതി കഴിഞ്ഞിട്ട് പ്രവേശനം നേടാൻ സാധിക്കുന്നതാണ്. വ്യത്യസ്ത സെൻട്രൽ യൂണിവേഴ്സിറ്റി 39 സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് ഇൻ ഇന്ത്യ, അറൌണ്ട് 190+ യൂണിവേഴ്സിറ്റീസ് ഇൻ ടോട്ടൽ. ഇത് മിക്കവാറും ഈ വർഷം 2025 ആകുമ്പോഴത്തേക്കും അത് 190 കടന്ന് 200+ ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നതാണ്. So if you are looking for an admission into a central university, if you are looking admission to deemed university or state private university, definitely CUET is the first option. CUET ആണ് നിങ്ങളുടെ മുമ്പിലുള്ള പ്രധാനപ്പെട്ട ഓപ്ഷൻ. സാധാരണ മാനേജ്മെന്റ് എൻട്രൻസ് എക്സാമിനേഷനെ കുറിച്ചും കാറ്റിനെ കുറിച്ചും സാറ്റിനെ കുറിച്ചും കേരളത്തിലാണെങ്കിൽ കാമാറ്റോ മാറ്റോ ഒക്കെ പോലുള്ള എക്സാമിനേഷനെ കുറിച്ചൊക്കെ നോക്കുന്ന സമയത്ത് കമ്പാരിറ്റീവ്ലി CUET ഈസ് മോർ ഫ്ലെക്സിബിൾ. CUET സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് കുറച്ചുകൂടി സാധ്യതകളും ഓപ്പർച്യൂണിറ്റിയും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് 39 വരുന്നുണ്ട്, സ്റ്റേറ്റ് ഗവൺമെന്റ് യൂണിവേഴ്സിറ്റീസും 39 വരുന്നുണ്ട്, മറ്റ് ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് 15 വരുന്നുണ്ട്. അതർ പ്രൈവറ്റ് ആൻഡ് ഡീംഡ് യൂണിവേഴ്സിറ്റീസ് ഒക്കെ ചേരുന്ന സമയത്ത് 97 വരുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും എന്നതാണ്. അതുകൊണ്ട് തന്നെ നീന്റെ ഒരു ട്രാജക്ടറി എടുത്ത് നോക്കുകയാണെങ്കിൽ 2022 ഏകദേശം CUET PG അപ്ലൈ ചെയ്ത ആളുകൾ 6 lakh ആണെന്നുണ്ടെങ്കിൽ അപ്പിയർ ചെയ്ത ആളുകൾ ഏകദേശം 3,34,000 എന്നുള്ളതാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. അത് ഒരു പെർസെന്റേജ് വൈസ് നോക്കുകയാണെങ്കിൽ ഒരു 55% ആളുകൾ മാത്രമേ അപ്പിയർ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. 2023 വരുന്ന സമയത്ത് 8,77,492 സ്റ്റുഡൻസ് അപ്ലൈ ചെയ്തു. ഏകദേശം 5,39,776 സ്റ്റുഡൻസ് അപ്പിയർ ചെയ്തു. അതിന്റെ പെർസെന്റേജ് വൈസ് നോക്കുകയാണെങ്കിൽ 61.51% ആണെന്നുള്ളത്. 2024 അതായത് ഈ വർഷം നടന്ന എക്സാമിനേഷനെ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ അറൌണ്ട് 7,68,414 സ്റ്റുഡൻസ് അപ്പിയർ ചെയ്തു, രജിസ്റ്റർ ചെയ്തെങ്കിൽ പോലും കഴിഞ്ഞ വർഷത്തെ രജിസ്ട്രേഷൻ നമ്പർ നോക്കുന്ന സമയത്ത് കുറവാണെങ്കിൽ പോലും അപ്പിയർ ചെയ്ത ആളുകളുടെ എണ്ണം എന്താണ് കൂടുതലാണ് എന്നതാണ്. വിച്ച് മീൻസ് 5,77,400 എന്ന് പറയുന്ന സമയത്ത് രജിസ്ട്രേഷനും അപ്പിയറൻസും ഉള്ള പെർസെന്റേജ് വൈസ് നോക്കുന്ന സമയത്ത് 75% മാറിയിട്ടുണ്ട്. അപ്പൊ ഏകദേശം 5 lakh അപ്പിയർ ചെയ്യുന്ന എക്സാമിനേഷൻ ആണ് CUET PG. ഇനി MBAയുടെ കാറ്റഗറി മാത്രം എടുത്ത് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ എന്താണ് ഇന്ത്യയില് MBAക്ക് കൊടുക്കുന്ന കോഡ് എന്ന് പറയുന്നത് COQP12 എന്ന് പറഞ്ഞ കോഡാണ്. COQP12 ജനറൽ MBA മറ്റ് റിലേറ്റഡ് ആയിട്ട് വരുന്ന കോഴ്സുകളാണ് COQP12 വരുന്നത്. ഏകദേശം 74,116 കാൻഡിഡേറ്റ്സ് ആണ് എന്ത് ചെയ്തിട്ടുള്ളത് എൻട്രൻസ് എക്സാമിനേഷൻ എഴുതിയിട്ടുള്ളത്. ഹിതേഷ് ശർമ്മ എന്ന് പറഞ്ഞിട്ടുള്ള കാൻഡിഡേറ്റിനാണ് ഫസ്റ്റ് പൊസിഷനിൽ വന്നിട്ടുള്ളത്. ഹി സ്കോർഡ് 295 ഔട്ട് ഓഫ് 300. 300 ആണ് ടോട്ടൽ മാർക്ക് വരുന്നത്. 300 മാർക്കിൽ 295 മാർക്കും ഹിതേഷ് ശർമ്മ എന്ന് പറഞ്ഞ ഒരാൾക്കാണ് കിട്ടിയിട്ടുള്ളത്. വിച്ച് മീൻസ് 5 മാർക്ക് മാത്രമാണ് കുറഞ്ഞിട്ടുള്ളത് എന്നുള്ളത്. അതാണ് ടോപ്പ് റാങ്ക്, ടോപ്പ് മാർക്ക് എന്ന് പറയുന്നത്. എന്ന് വെച്ച് കട്ട് ഓഫ് മാർക്ക് അല്ല പറയുന്നത്. 295 ഈ 2024 നടന്ന പരീക്ഷയിൽ കിട്ടിയത്. എത്ര ആള് പരീക്ഷ എഴുതിയിട്ടുണ്ട്? ഏകദേശം 75,000 74,000 സംതിങ് സ്റ്റുഡൻസ് പരീക്ഷ എഴുതിയിട്ടുള്ള ഏറ്റവും കൂടുതൽ ആളുകൾ പരീക്ഷ എഴുതുന്ന ഒരു സബ്ജക്റ്റ് ആണ് MBA എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ മനസ്സിലാക്കേണ്ടത് ഏകദേശം എന്താണ് നമ്മൾ നോക്കുന്ന സമയത്ത് we have more than 20,000 seats across the universities, both if you're looking at the state universities, private universities ഒക്കെ നോക്കുന്ന സമയത്ത് ഒരുപാട് യൂണിവേഴ്സിറ്റികൾ നിങ്ങൾക്ക് MBA കോഴ്സുകൾ കാണാൻ വേണ്ടി സാധിക്കും എന്നുള്ളതും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് എന്നതാണ്. അപ്പോൾ ഇനി നമ്മൾ ഇതിൽ ഐഡന്റിഫൈ ചെയ്യേണ്ട ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, എന്തുകൊണ്ട് സെൻട്രൽ യൂണിവേഴ്സിറ്റീസ്, എന്തുകൊണ്ട് പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പഠിക്കണം? നമ്മുടെ നാട്ടിൽ MBA കൊടുക്കുന്നില്ലേ? നാട്ടിലെ കോളേജസിൽ MBA ഇല്ലേ? എന്തിനാണ് നമ്മൾ പുറത്തുപോയി പഠിക്കുന്നത്?
അതിൽ തന്നെ എന്തുകൊണ്ട് പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂഷൻസും സെൻട്രൽ യൂണിവേഴ്സിറ്റീസും സെലക്ട് ചെയ്യണമെന്ന് ചോദിക്കുന്ന സമയത്ത് നമുക്ക് ഉത്തരം കിട്ടേണ്ടതുണ്ട്. കാരണം നമ്മൾ എന്തും ബെസ്റ്റ് പഠിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട സംഗതി. ഹൗ ഡു വി ഗെറ്റ് ദ ബെസ്റ്റ്? നമുക്ക് എങ്ങനെ ബെസ്റ്റ് കണ്ടെത്താൻ വേണ്ടി സാധിക്കും? ആ ബെസ്റ്റ് കണ്ടെത്തുന്നതിൽ ഇമ്പോർട്ടന്റ് ആണെന്ത്, നമ്മൾ എവിടെയാണ് പഠിക്കുന്നത് എന്നുള്ളത് മാറ്റർ ആണെന്നുള്ളത്. വേർ ഡു വി സ്റ്റഡി മാറ്റേഴ്സ്. ഡെഫിനറ്റ്ലി അത് നമുക്ക് കൂടുതൽ എക്സ്പോഷർ തരുന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. വിൽ ബി എക്സ്പോസ്ഡ് ടു മോർ. നമ്മൾ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കും, കൂടുതൽ കാര്യങ്ങൾ പഠിക്കും, കൂടുതൽ ആളുകളുമായിട്ട് ഇന്ററാക്ട് ചെയ്യും. അതിലൂടെ നമുക്ക് കിട്ടുന്ന എക്സ്പീരിയൻസും എക്സ്പോഷറും വലുതായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും എന്നതാണ്. അതോടൊപ്പം തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന ക്വാളിറ്റി എഡ്യൂക്കേഷൻ. വി ഗെറ്റ് നമുക്ക് ഡെലിവർ ചെയ്യുന്ന ഒരു സംഗതി എന്ന് പറയുന്നത് ക്വാളിറ്റിയിലുള്ള സംഗതി ആയിരിക്കും നമുക്ക് ഡെലിവർ ചെയ്യുക. സ്വാഭാവികമായിട്ടും ആ ഒരു ക്വാളിറ്റി എഡ്യൂക്കേഷൻ നമുക്ക് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടുന്നതാണ്. അതോടൊപ്പം തന്നെ ബെസ്റ്റ് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി, ഏറ്റവും മികച്ച ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി ഉണ്ടാവും. അത് നമുക്ക് ലബോറട്ടറി ലൈബ്രറികളാണെങ്കിലും ലാബുകളാണെങ്കിലും അതുപോലെ തന്നെ ക്ലാസ് റൂമിലാണെങ്കിലും സെമിനാർ ഹാൾസ് ആണെങ്കിലും ഈ പറഞ്ഞ പോലെ മറ്റ് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി ആണെങ്കിലും യൂണിവേഴ്സിറ്റി ആസ് എ ഹോൾ പ്രൊവൈഡ് ചെയ്യുന്ന ഹോസ്റ്റൽ ഫെസിലിറ്റി ആണെങ്കിലും ഒക്കെ ഇൻഫ്രാസ്ട്രക്ചർ വൈസ് നോക്കുന്ന സമയത്ത് നമുക്ക് അതിൻ്റെതായിട്ടുള്ള സാധ്യതകൾ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പിന്നെ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് കരിയർ ഗ്രോത്ത് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ, കരിയറിൽ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ്. കൂടുതൽ നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യാനും കൂടുതൽ ആളുകളുമായിട്ട് എൻഗേജ് ചെയ്യാനും കൂടുതൽ അവസരങ്ങൾ കിട്ടാനും ഒക്കെ നിങ്ങൾക്ക് സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലുള്ള പഠനം സഹായിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല എന്നുള്ളതാണ്. ആ രീതിയിൽ നമുക്ക് കൂടുതൽ ഓറിയന്റേഷൻസും കൂടുതൽ കാര്യങ്ങളും അറിയുക എന്നുള്ള രീതിയിൽ കൂടെ നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെ കാണണം എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഏറ്റവും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാക്കൽറ്റീസിന്റെ സേവനം, അതായത് കൂടുതൽ നല്ല ഫാക്കൽറ്റീസിന്റെ അടുത്ത് നിന്ന് പഠിക്കുന്ന സമയത്ത് നമുക്ക് എന്തുണ്ടാവും, കൂടുതൽ ഓപ്ഷൻസും കൂടുതൽ ഓപ്പർച്യൂണിറ്റീസും കൂടുതൽ അതുമായി ബന്ധപ്പെട്ട് അറിയാനും എന്താണ് നമ്മുടെ ഇൻഡസ്ട്രിയിൽ നടക്കുന്നത്, മാനേജ്മെന്റ് സെക്ടറിൽ എന്താണ് ഹാപ്പനിങ്സ് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാനും സാധിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല എന്നുള്ളതാണ്. പിന്നെ നമ്മുടെ ഒരു പിയർ ഗ്രൂപ്പ്, നമ്മുടെ ഒരു കൂട്ടുകെട്ട്, നമ്മുടെ ഒരു കമ്പനി, നമ്മുടെ ഒരു സർക്കിൾ ആരായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് ക്യാമ്പസുകളിൽ നിന്നും പഠിച്ചിറങ്ങിയിട്ടുള്ള ബെസ്റ്റ് ആയിട്ടുള്ള ടോപ്പ് റാങ്കിൽ വരുന്ന ആളുകൾ, ഡിഫറെന്റ് സ്റ്റേറ്റ്സിൽ നിന്നും വ്യത്യസ്ത സംസ്ഥാനത്തിൽ നിന്ന് വരുന്ന ആളുകളുമായിട്ടും ഇന്ററാക്ട് ചെയ്യാനൊക്കെ ഉള്ള സാധ്യതയും പോസിബിലിറ്റി നമുക്ക് കിട്ടും എന്നുള്ളതാണ്. പിന്നെ കുറഞ്ഞ ചെലവിൽ നിങ്ങൾക്ക് കമ്പാരിറ്റീവ്ലി മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾക്കും ഈ പറയുന്ന പോലെ മാനേജ്മെന്റ് സ്കൂളുകളിൽ നിന്നൊക്കെയുള്ള പൊതുവെ എക്സ്പെൻസീവ് ആണ് MBA ഉണ്ടാവാറുള്ളത്. അതിൽ നിന്നും കമ്പാരിറ്റീവ്ലി ലോ എക്സ്പെൻസിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ടാവും എന്നതാണ്. ഇനി എക്സാമിനേഷൻ പാറ്റേണിനെ കുറിച്ച് കൂടി നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആയിരിക്കും എക്സാമിനേഷൻ ഉണ്ടാവുക, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ഉണ്ടാവും, നോ ജനറൽ പേപ്പർ. ആ ജനറൽ പേപ്പർ ഇല്ല എന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ കംപ്ലീറ്റ്ലി ഈ പറയുന്ന പോലെ ഒരു 100 ക്വസ്റ്റ്യൻസ് ജനറൽ എന്നുള്ള സ്വഭാവത്തിൽ MBAക്ക് അത് ബാധിക്കുന്നില്ല. കാരണം MBAയിൽ കൂടുതലും ജനറൽ തന്നെയാണ് ഉണ്ടാവുന്നത്. മറ്റ് എക്സാമിനേഷനെ കുറിച്ചുള്ള സംഗതിയിലാണ് ജനറൽ പേപ്പർ വരുന്നത്. എന്നാലും 75 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. 75 ക്വസ്റ്റ്യൻസിൽ നിങ്ങൾക്ക് 4 മാർക്സ് ആണ് ഒരു ക്വസ്റ്റ്യന് കറക്റ്റ് ആയി വരുന്നത്. നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്, -1 ആണ് നെഗറ്റീവ് മാർക്കിംഗ് വരുന്നത്. ഈ വർഷം 2024 നോട്ടിഫിക്കേഷൻ വന്നത് ഈ ഒരു സമയത്തായിരുന്നു. ഏകദേശം ഡിസംബറിൽ നോട്ടിഫിക്കേഷൻ വന്നു. ജാനുവരി വരെ അപ്ലിക്കേഷൻ ഫോം വിളിച്ചു, ഫെബ്രുവരി വരെയൊക്കെ നീട്ടിയിട്ടുണ്ടായിരുന്നു. മാർച്ച് മാസത്തിൽ എക്സാമിനേഷൻ നടന്നു. അതിന്റെ ഒരു ഫീ സ്ട്രക്ചർ ഒക്കെയാണ് ഇവിടെ കൊടുത്തതായിട്ട് കാണാൻ വേണ്ടി സാധിക്കും. അപ്പൊ എക്സാമിനേഷനും ടൈമും ഷെഡ്യൂളും ഒക്കെ ഇങ്ങനെയായിരുന്നു ഈ വർഷം ഉണ്ടായിരുന്നത്. ഇത് നിങ്ങൾക്ക് ഐഡിയയും അണ്ടർസ്റ്റാൻഡിങ്ങും ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റ് വരുന്നത്. ഏകദേശം 105 മിനിറ്റ്സ് 105 മിനിറ്റുള്ള എക്സാമിനേഷൻ ആണ് ഉണ്ടാവുക. 75 ചോദ്യങ്ങളാണ് ഉണ്ടാവുക. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടതാണ്. സോ എക്സാമിനേഷനെ കുറിച്ച് അവെയർ ആവുക, എക്സാമിനേഷനെ കുറിച്ച് അവയർനെസ് ഉണ്ടാവുക എന്നുള്ളത് പ്രധാനപ്പെട്ട സംഗതിയാണ്. എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടത് എന്നുള്ള സംഗതി. ഇപ്പം COQP12 എന്ന് പറഞ്ഞിട്ടുള്ള എക്സാമിനേഷൻ ആണ് നമ്മൾ എഴുതുന്നത്. അതിൽ എന്തൊക്കെ വരുന്നുണ്ട്? ജനറൽ MBA അതിൽ വരുന്നതാണ്. മാർക്കറ്റിംഗ് ആൻഡ് ഫിനാൻസ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞിട്ടുള്ള MBA പ്രൊവൈഡ് ചെയ്യുന്ന അതിൽ വരുന്നതാണ്. ടൂറിസം, ട്രാവൽ ആൻഡ് ഹോട്ടൽ മാനേജ്മെന്റ് അതുമായി ബന്ധപ്പെട്ട് വരുന്നതാണ്. അതുപോലെ തന്നെ ബിസിനസ് അനാലിറ്റിക്സും സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗും സ്പെഷ്യലൈസേഷൻസ് ഇതിൽ വരുന്നതാണ്. ഇങ്ങനെ ഇതിൽ 12ാമത്തെ ചോയ്സ് ഓപ്ഷനിൽ COQP12 എന്നുള്ള പേപ്പർ കോഡാണ്. MBA ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ, MBAയിൽ വ്യത്യസ്ത സ്പെഷ്യലൈസേഷൻ ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് പ്രിഫർ ചെയ്യാൻ പറ്റുന്ന സ്വഭാവത്തിലുള്ള കോഴ്സ് എന്ന് പറയുന്നത് COQP11 ആണ്. നമ്മളൊന്ന് ഓർത്ത് വെക്കേണ്ടതാണ് പേപ്പർ കോഡുകൾ. മറ്റു സബ്ജക്റ്റിന്റെ പേപ്പർ കോഡ് കൂടി ജസ്റ്റ് കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഇതില് മനസ്സിലാക്കേണ്ട സംഗതി നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ 75 ക്വസ്റ്റ്യൻസ്,
105 എന്നുള്ളതാണ് നിങ്ങളുടെ സമയം. 105 മിനിറ്റാണ് എക്സാമിനേഷൻ സമയം ഉണ്ടാവുന്നത്. ഇംഗ്ലീഷിലും അതുപോലെ തന്നെ ഹിന്ദിയിലുമാണ് ബൈലിംഗൽ എന്നുള്ള സ്വഭാവത്തിൽ ഉണ്ടാവുക. മറ്റ് നിങ്ങൾ കൂടുതൽ ഇംഗ്ലീഷ് പ്രിഫർ ചെയ്തുകൊണ്ടുള്ള സംഗതിയാണ് ചെയ്യാൻ പറ്റുന്നത്. നിങ്ങൾക്ക് മാക്സിമം 4 ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, ഓപ്റ്റ് ചെയ്യാവുന്നതാണ് എക്സാമിനേഷൻ പെർസ്പെക്റ്റീവിൽ എന്നുള്ളതാണ്. 4 മാർക്കാണ് കറക്റ്റ് ആൻസറിന് വരുന്നത്. -1 നെഗറ്റീവ് മാർക്ക് വിൽ ബി ദർ, -1 വിൽ ബി ഡിഡക്റ്റഡ് ഫ്രം ദ ടോട്ടൽ സ്കോർ എന്നുള്ളതാണ് അതിന്റെ കൺസെപ്റ്റ്. അപ്പൊ എക്സാമിനേഷൻ പെർസ്പെക്റ്റീവില് നിങ്ങൾ ഇത്തരം സംഗതികളൊക്കെയാണ് മനസ്സിലാക്കേണ്ടത്. പിന്നെ റിസർവേഷൻ ഉണ്ട്, EWS, OBC, NCL, SC, ST, PWD കാറ്റഗറിക്കൊക്കെയുള്ള സംഗതികൾ വരുന്നതായിട്ടുണ്ട്. ഏജ് ലിമിറ്റ് ഇല്ല, ദർ ഇസ് നോ ഏജ് ലിമിറ്റ് ഫോർ ദ കാൻഡിഡേറ്റ്സ്. ബാച്ചിലർ ഡിഗ്രി കഴിഞ്ഞ ആളുകൾക്കും അതുപോലെ തന്നെ ഇപ്പോൾ അപ്പിയർ ചെയ്യുന്ന ആളുകൾക്കും റിസൾട്ട് വരുന്നുള്ള സ്വഭാവത്തിലൊക്കെയുള്ള ആളുകൾക്കൊക്കെ എന്ത് ചെയ്യാം, കൊടുക്കാവുന്നതാണ്. ഇനി ഏതൊക്കെ യൂണിവേഴ്സിറ്റീസ് ആണ് MBA ഓഫർ ചെയ്യുന്നത് എന്നുള്ളത് കൂടി നമുക്കൊന്ന് എന്ത് ചെയ്യാം, പരിശോധിക്കാം എന്നതാണ്. ഇതിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് വരുന്നുണ്ട്, ഡീംഡ് യൂണിവേഴ്സിറ്റീസ് വരുന്നുണ്ട്, സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റീസും പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസും ഒക്കെ വരുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും എന്നതാണ്. ഇതില് COQP 12 എന്നുള്ളതാണ് പേപ്പർ കോഡ്. ഇതിൽ COQP 12 വരാത്ത യൂണിവേഴ്സിറ്റികൾ ആദ്യം 2 പരിചയപ്പെടാം. ഒന്ന് ജാമിയ മില്ലിയ ഇസ്ലാമിയാണ്. അവരുടേതായിട്ടുള്ള എൻട്രൻസ് എക്സാമിനേഷൻ ആണ് നടത്തുന്നത്. ജാമിയ മില്ലിയ ഇസ്ലാമിയ ഹാസ് ദെയർ ഓൺ എൻട്രൻസ് എക്സാമിനേഷൻ. MBA ഓഫർ ചെയ്യുന്നുണ്ട്, മികച്ച ഡിപ്പാർട്ട്മെന്റ് ആണ് ജാമിയയിൽ. അതേപോലെ തന്നെ മറ്റൊരു യൂണിവേഴ്സിറ്റിയാണ് അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി. അത് നമ്മൾ സാധാരണ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലേക്കുള്ള കോമൺ എൻട്രൻസ് എക്സാമിനേഷൻ പരിചയപ്പെടുത്തുന്ന സമയത്ത് മിസ്സായി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് തുടക്കത്തിൽ തന്നെ സൂചിപ്പിച്ചിട്ടുള്ളത് MBA ഓപ്ഷന് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിൽ MBA ഉണ്ട്. പക്ഷേ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയുടെ MBA പ്രോഗ്രാം എന്ന് പറയുന്നത് കാറ്റ് സ്കോറിന്റെ അടിസ്ഥാനത്തിലാണ് വരുന്നത്. പക്ഷേ അവിടെ CUET എക്സാമിനേഷൻ വഴി നടക്കുന്ന ഒരു എൻട്രൻസ് എക്സാമിനേഷൻ വഴി പ്രവേശനം നേടാൻ സാധിക്കുന്ന MBA പ്രോഗ്രാം അല്ല. മാനേജ്മെന്റ് പ്രോഗ്രാം എന്ന് പറയുന്നത് MA ടൂറിസം ആൻഡ് ട്രാവൽ മാനേജ്മെന്റ് എന്ന് പറഞ്ഞിട്ടുള്ള കോഴ്സാണ് എന്നത് കൂടി നിങ്ങൾ മനസ്സിലാക്കി വെക്കുക എന്നതാണ്. അല്ലാതെ രീതിയിൽ കാറ്റ് സ്കോർ വെച്ചുകൊണ്ടാണ് അഡ്മിഷൻ കിട്ടുക എന്നുള്ളതാണ്. പിന്നെ കൂടുതൽ ആളുകൾ പ്രിഫർ ചെയ്യുന്ന സൗത്ത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു യൂണിവേഴ്സിറ്റി എന്നുള്ള സ്വഭാവത്തിൽ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി വരുന്നുണ്ട്. പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിൽ ഒരുപാട് MBA പ്രോഗ്രാം ഉണ്ട്. അവരുടെ പുതുച്ചേരി ക്യാമ്പസിലും കരൈക്കൽ പോർട്ടുഗൽ ക്യാമ്പസിലും ഒക്കെ ആയിട്ട് ഓപ്ഷൻസ് ഉണ്ട്. MBA ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ, ഡാറ്റ അനലിറ്റിക്സ്, അതുപോലെ തന്നെ ഇൻഷുറൻസ് മാനേജ്മെന്റ്, ഇന്റർനാഷണൽ ബിസിനസ്, ടൂറിസം ആൻഡ് ട്രാവൽ മാനേജ്മെന്റ്, ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് എന്നൊക്കെ ഒരുപാട് സ്പെഷ്യലൈസേഷൻ നിങ്ങൾക്ക് പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിൽ കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. ജനറലി എല്ലാ യൂണിവേഴ്സിറ്റികളുടെയും എലിജിബിലിറ്റി എന്ന് പറയുന്നത് അറൌണ്ട് 50-55% മാർക്കോട് കൂടി നിങ്ങൾ ഡിഗ്രി പാസ് ആവുക എന്നുള്ളതാണ്. ഇന്ദിരാഗാന്ധി നാഷണൽ ട്രൈബൽ യൂണിവേഴ്സിറ്റി വരുന്നുണ്ട്. ഇന്ദിരാഗാന്ധി നാഷണൽ ട്രൈബൽ യൂണിവേഴ്സിറ്റിയിൽ MBA ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ, അതുപോലെ MBA ടൂറിസം ആൻഡ് ട്രാവൽ എന്ന് പറഞ്ഞിട്ടുള്ള കോഴ്സ് രണ്ടും പ്രൊവൈഡ് ചെയ്യുന്നതായിട്ട് കാണാൻ വേണ്ടി സാധിക്കും. ഇന്ദിരാഗാന്ധി നാഷണൽ ട്രൈബൽ യൂണിവേഴ്സിറ്റി ഈസ് അറ്റ് മധ്യപ്രദേശിലെ അമർകണ്ടക് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് IGNTU സ്ഥിതി ചെയ്യുന്നത്. ഇനി സൗത്ത് ഇന്ത്യയിലേക്ക് വരുന്ന സമയത്ത് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കർണാടക വരുന്നുണ്ട്. സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കർണാടക ഈസ് ഓഫറിംഗ് MBA ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ, MBA ടൂറിസം ആൻഡ് ട്രാവൽ, 2 കോഴ്സും സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കർണാടക ഓഫർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ജാർഖണ്ഡ് ഈസ് ഓൾസോ ഓഫറിംഗ് MBA പ്രോഗ്രാം. സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ഗുജറാത്ത് ഈസ് ഓൾസോ ഓഫറിംഗ് MBA പ്രോഗ്രാം. സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ഹിമാചൽ പ്രദേശ് ഈസ് ഓഫറിംഗ് 2 കോഴ്സസ്, MBA ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ, MBA ടൂറിസം ആൻഡ് ട്രാവൽ. ഡിഫറൻസ് അപ്പോൺ ദ യൂണിവേഴ്സിറ്റിക്ക് അനുസരിച്ച് ഡിഫറൻസുകൾ ഉണ്ടാവും. അവർ കൊടുക്കുന്ന ഓപ്ഷൻസും അവർ കൊടുക്കുന്ന സ്പെഷ്യലൈസേഷൻസിലൊക്കെ ഡിഫറൻസ് ഉണ്ടാവും. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ഹരിയാന ഈസ് ഓൾസോ ഓഫറിംഗ് മാസ്റ്റർ ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ് ആൻഡ് കാറ്ററിംഗ് ടെക്നോളജി എന്നുള്ള കോഴ്സും, അതുപോലെ തന്നെ മാസ്റ്റർ ഓഫ് ടൂറിസം ആൻഡ് ട്രാവൽ മാനേജ്മെന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനുമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ഒഡീഷ ഉണ്ട്. അവിടെ MBA ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് ആണുള്ളത്. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ പോകുന്ന സ്പെഷ്യലൈസേഷൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള യൂണിവേഴ്സിറ്റിയും സ്പെഷ്യലൈസേഷനും ആവണം എന്നുള്ളത് നിങ്ങൾ ഉറപ്പുവരുത്തുക. ഈച്ച് സ്പെഷ്യലൈസേഷൻ ഹാസ് ഇറ്റ്സ് ഓൺ ഇമ്പോർട്ടൻസ്. ഓരോ സ്പെഷ്യലൈസേഷനും അതിൻ്റെതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട്. അതിന്റെ അവസരങ്ങളും ഓപ്ഷനും ഓപ്പർച്യൂണിറ്റിയും ഒക്കെ ഡെഫിനറ്റ്ലി ഉണ്ടാവും. പക്ഷെ നിങ്ങൾ എടുക്കുന്ന ചോയ്സ് ക്ലിയർ ആണെന്നും കറക്റ്റ് ആണെന്നുള്ളത് നിങ്ങൾ ഉറപ്പുവരുത്താൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കാം. സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ജമ്മു ഇസ് ഓൾസോ ഓഫറിംഗ് കോഴ്സസ് MBA ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ, MBA ടൂറിസം ആൻഡ് ട്രാവൽ, MBA മാർക്കറ്റിംഗ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞിട്ടുള്ള 3 കോഴ്സുകൾ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ജമ്മു ഓഫർ ചെയ്യുന്നുണ്ട്. സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ആന്ധ്രാപ്രദേശ് ഇസ് ഓൾസോ ഓഫറിംഗ് MBA ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ പ്രോഗ്രാം. അതുപോലെ തന്നെ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് രാജസ്ഥാൻ ഇസ് ഓൾസോ ഓഫറിംഗ് MBA പ്രോഗ്രാം. സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് സൗത്ത് ബീഹാർ ഇസ് ഓൾസോ ഓഫറിംഗ് MBA പ്രോഗ്രാം. അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി ഓഫ് ഹൈദരാബാദും ജനറൽ MBA ഇസ് കമ്മിങ് അണ്ടർ കാറ്റ് സ്കോർ. അല്ലാതെ MBA എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞിട്ടുള്ള കോഴ്സും
MBA ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ് എന്ന് പറഞ്ഞിട്ട് കോഴ്സും യൂണിവേഴ്സിറ്റി ഓഫ് ഹൈദരാബാദും വരുന്നുണ്ട്. സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് തമിഴ്നാടു ഈസ് ഓൾസോ ഓഫറിംഗ് ഡിഫറെന്റ് കോഴ്സസ്. തമിഴ്നാടുവിന് ഒരു ടെക്സ്റ്റൈൽ പാരമ്പര്യം കൂടി ഉള്ളതുകൊണ്ട് അപ്പാരൽ മാനേജ്മെന്റ്, റീറ്റെയിൽ മാനേജ്മെന്റ്, ടെക്സ്റ്റൈൽ മാനേജ്മെന്റ്, ടെക്നിക്കൽ ടെക്സ്റ്റൈൽ മാനേജ്മെന്റ് എന്ന സ്പെഷ്യലൈസേഷൻസ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് തമിഴ്നാടും ഓഫർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ത്രിപുര യൂണിവേഴ്സിറ്റി, സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള. കേരളത്തിൽ നമുക്ക് ഒരേ ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റി ആണ് ഉള്ളത്, സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള അറ്റ് കാസർഗോഡ്. സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള is also offering MBA program. HNBGU, Hemavati Nandan Bahuguna Gaurav University Srinagar is also offering MBA program. Dr. Hari Singh Gaur Vishwavidyalaya is offering MBA program in MBA Marketing Management, MBA HR Management എന്നുള്ള കോഴ്സ് ഓഫർ ചെയ്യുന്നുണ്ട്. Guru Ghasidas Vishwavidyalaya is also offering MBA program. Mahatma Gandhi Central University Bihar is offering MBA program. Northeastern Hill University is offering MBA program. Central Tribal University of Andhra Pradesh is offering MBA program. പിന്നെ ഒരു സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി എന്നുള്ള നിലക്ക് പ്രധാനപ്പെട്ട മറ്റു യൂണിവേഴ്സിറ്റിയാണ് ഡൽഹി യൂണിവേഴ്സിറ്റി. ഡൽഹിയിലുള്ള അംബേദ്കർ യൂണിവേഴ്സിറ്റി ഡൽഹി ഇസ് ഓഫറിംഗ് MBA പ്രോഗ്രാം. പിന്നെ നിങ്ങൾക്ക് സോഷ്യൽ സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന പ്രധാനപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസസ് മുംബൈ. TIS is also offering different masters human resource management ബന്ധപ്പെട്ട്. അതായത് COQP 12 എന്നുള്ള പേപ്പർ നിങ്ങൾക്ക് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടാൻ സാധ്യതയുള്ള കോഴ്സുകളാണ് ഇതെല്ലാം. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, ലേബർ റിലേഷൻസ്, HR മേഖലയിലേക്ക് പോകാൻ താല്പര്യമുള്ള ആൾക്ക് ഓഫർ ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് കോഴ്സാണ് TISL. അതുപോലെ തന്നെ സോഷ്യൽ ഓണ്ടർപ്രണർഷിപ്പ് പ്രധാനപ്പെട്ട കോഴ്സാണ്. ലേബർ സ്റ്റഡീസ് ആൻഡ് പ്രാക്ടീസ്, ഓർഗനൈസേഷൻ ഡെവലപ്മെന്റ്, ചേഞ്ച് ലീഡർഷിപ്പ്, ODCL എന്ന് പറഞ്ഞിട്ടുള്ള കോഴ്സ് വളരെ പ്രധാനപ്പെട്ട കോഴ്സാണ്. അതുപോലെ തന്നെ അനലിറ്റിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള MA ആർട്സ് സയൻസ്, ഇതൊക്കെ COQP 12 എന്നുള്ള പേപ്പർ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോകാൻ പറ്റുന്ന സ്വഭാവത്തിലുള്ളതാണ്. ഡിസാസ്റ്റർ ഇൻഫോർമാറ്റിക്സ് ആൻഡ് ജിയോസ്പേഷ്യൽ ടെക്നോളജീസ്, പുതിയ കാലത്ത് ഡിസാസ്റ്റർ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ടും ക്ലൈമറ്റ് റിസ്ക് അസസ്മെന്റുമായി ബന്ധപ്പെട്ടും ഒക്കെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പോകാൻ പറ്റിയ സ്വഭാവത്തിലുള്ള കോഴ്സാണ്. TISL സാധാരണ TIS COQP 12 എന്ന് പറയുന്ന നിങ്ങളുടെ CUT-യിലുള്ള എക്സാമിനേഷനോടൊപ്പം തന്നെ 2 സ്റ്റേജ് കൂടി അവർക്ക് കിടക്കേണ്ടതുണ്ട്. ഒന്ന് അവരുടെ ഡീറ്റെയിൽ ആപ്ലിക്കേഷൻ ഫോമും, അതുപോലെ തന്നെ മറ്റൊന്ന് അതുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് പേഴ്സണൽ ഇന്റർവ്യൂ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോസസ് കൂടിയാണ്. ഇതുകൂടി കഴിഞ്ഞാൽ മാത്രമേ TISL നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുകയുള്ളൂ എന്നതാണ്. ഇനി ട്രാവൽ ആൻഡ് ടൂറിസം സെക്ടറിലേക്ക് പോകാൻ കൂടുതൽ താല്പര്യമുള്ള ആളുകൾക്ക് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ട്രാവൽ ആൻഡ് ടൂറിസം മാനേജ്മെന്റ് ഉണ്ട്. ദിസ് ഈസ് ഓൾസോ കമ്മിങ് അണ്ടർ MBA ടൂറിസം ആൻഡ് ട്രാവൽ മാനേജ്മെന്റ് ഡെഫിനറ്റ്ലി. ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഇത് ഞാൻ സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ മാത്രമാണ് പറഞ്ഞത്. ഇതിൽ ഒരുപാട് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് ഇനി വരാനുണ്ട്, ഇതുമായി ബന്ധപ്പെട്ട സംഗതികളൊക്കെ വരാനുണ്ട് എന്നുള്ളതാണ്. ഇനി ജസ്റ്റ് നമുക്ക് COQP 12 സിലബസിൽ എന്തൊക്കെയാണ് വരുന്നത് എന്നുള്ളത് വി ക്യാൻ ജസ്റ്റ് അനലൈസ്. ഇംഗ്ലീഷ് കോംപ്രിഹെൻഷൻ പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ്. ഇംഗ്ലീഷ് ഗ്രാമർ റിലേറ്റഡ് ആയിട്ടുള്ള സംഗതി, സെന്റൻസ് കറക്ഷൻ, ഇംപ്രൂവ്മെന്റ്, റീഡിംഗ് കോംപ്രിഹെൻഷൻ ഒക്കെ വരുന്നതാണ്. മാത്തമാറ്റിക്സ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് എബിലിറ്റി പ്രധാനപ്പെട്ട മറ്റൊരു ഏരിയയാണ്. അതോടൊപ്പം തന്നെ ലോജിക്കൽ റീസണിംഗ്, ട്രാക്കിംഗ് ടെസ്റ്റ്, ലീനിയർ അറേഞ്ച്മെന്റ്, മെട്രിക്സ് അറേഞ്ച്മെന്റ് തുടങ്ങിയിട്ടൊക്കെയുള്ള മേഖല മറ്റൊരു മേഖലയാണ്. ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ വേറൊരു സെക്ടറാണ്. അതുപോലെ തന്നെ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും വരുന്ന സാധനം. ഇനി COQP 11 കുറിച്ചുകൂടിയും MBA താല്പര്യമുള്ള ആളുകൾ എന്നുള്ള നിലയ്ക്ക് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം MBA റിലേറ്റഡ് ആയിട്ടുള്ള മാനേജ്മെന്റ്, ടൂറിസം ആൻഡ് ട്രാവൽ മാനേജ്മെന്റ്, ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ്, അതുപോലെ തന്നെ ഇന്റർനാഷണൽ ബിസിനസ് ഒക്കെ പോലെയുള്ള മേഖലയിലേക്ക് പോകാൻ പറ്റിയെങ്കിൽ പോലും COQP 11 മൾട്ടിപ്പിൾ ആയിട്ടുള്ള കോഴ്സുകളിലേക്ക്, ഏകദേശം 50+ കോഴ്സുകളിലേക്ക് നിങ്ങൾക്ക് ഓപ്ഷൻസ് പ്രൊവൈഡ് ചെയ്യുന്ന മറ്റൊരു വിൻഡോ ആണ്. ഇതെല്ലാം ഓരോരോ വിൻഡോ ആണ്. ആ COQP 11 എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്താൻ പറ്റുന്ന സ്വഭാവത്തിലുള്ള കോഴ്സുകൾ ഏതൊക്കെ നമുക്ക് നോക്കാം. ജസ്റ്റ് LLB ഉദ്ദേശിക്കുന്ന ഒരാളാണ് നിങ്ങൾ. LLBക്ക് സാധാരണഗതിയിൽ ലോ റിലേറ്റഡ് ആയിട്ടുള്ള സംഗതികളായി ഉണ്ടായിരുന്നെങ്കിൽ, പക്ഷെ COQP 11 വരുന്നതോടുകൂടി LLBക്ക് ഈ പറയുന്ന എക്സാമിനേഷൻ COQP 11 എഴുതി കഴിഞ്ഞാൽ മതി എന്നുള്ള ഓപ്ഷനിലേക്ക് എത്തി. ഡൽഹി യൂണിവേഴ്സിറ്റി, സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ഹരിയാന, ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിലേക്കൊക്കെ നിങ്ങൾക്ക് പോകാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ബെസ്റ്റ് ഓപ്ഷൻ ആണ് COQP 11 എഴുതുക എന്നുള്ളത്. അതോടൊപ്പം തന്നെ ആന്ത്രപ്പോളജിയിൽ താല്പര്യം ഉണ്ടെങ്കിൽ ആന്ത്രപ്പോളജിക്ക് യൂണിവേഴ്സിറ്റി ഓഫ് ഹൈദരാബാദ്, TIS, ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിലൊക്കെ നിങ്ങൾക്ക് ഓപ്ഷൻസ് ഉണ്ട്. അതോടൊപ്പം തന്നെ MA വിമൻ സ്റ്റഡീസ് താല്പര്യം ഉണ്ടെങ്കിൽ MA വിമൻ സ്റ്റഡീസിൽ നിങ്ങൾക്ക് പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിൽ COQP 11 എഴുതിയാൽ മതി. അതോടൊപ്പം തന്നെ MA സോഷ്യൽ വർക്കാണ്. ഇപ്പൊ സോഷ്യൽ വർക്കിന് സാധാരണ HUQP 21 എന്നുള്ള പേപ്പറാണ് ഉള്ളത്. സോഷ്യൽ വർക്കിന് പോകാൻ താല്പര്യമുള്ള ആളുകൾക്ക് COQP 11 എഴുതിയിട്ടും സോഷ്യൽ വർക്കിലേക്ക് എത്താനുള്ള ഓപ്ഷൻ ഉണ്ട്. ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. അതോടൊപ്പം തന്നെ MA ഇൻ ജെൻഡർ സ്റ്റഡീസ് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ MA ഇൻ ജെൻഡർ സ്റ്റഡീസ് അംബേദ്കർ യൂണിവേഴ്സിറ്റി, ഡൽഹി യൂണിവേഴ്സിറ്റി ഡൽഹി, അതുപോലെ തന്നെ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിലും ഓപ്ഷൻസ് ഉണ്ട്. അതുപോലെ MA ഇൻ കൾച്ചറൽ ഇൻഫോർമാറ്റിക്സ് എന്നുള്ള കോഴ്സിന് ഓപ്ഷൻസ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് രാജസ്ഥാനിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്.
അതോടൊപ്പം തന്നെ MSc ഇൻ ഡിജിറ്റൽ സൊസൈറ്റി എന്നുള്ള കോഴ്സ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് രാജസ്ഥാനിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ MA ഇൻ സൗത്ത് ഏഷ്യൻ സ്റ്റഡീസ് എന്ന കോഴ്സ് പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ടിസ്സിലുള്ള വ്യത്യസ്തമായിട്ടുള്ള കോഴ്സുകൾ COQP 11 വഴിയുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇതുപോലെ ഈ പറയുന്ന എല്ലാ കോഴ്സുകളും അതുമായി ബന്ധപ്പെട്ട് വരുന്ന സംഗതിയാണ്. ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസിൽ താല്പര്യം ഉണ്ടെങ്കിൽ അതിനും സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ഹരിയാനയിൽ ഓപ്ഷൻ ഉണ്ട്, സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ഹിമാചൽ പ്രദേശിലും ഓപ്ഷൻ ഉണ്ട്. ഈ COQP 12 നിന്നും COQP 11 വരുന്ന സമയത്ത് എന്താണ് ഡിഫറൻസ്, ഇത് സിലബസ് എന്നുള്ളത് കൂടി നമ്മൾ ജസ്റ്റ് മനസ്സിലാക്കുകയാണ്. സിലബസ് നോക്കുന്ന സമയത്ത് സിലബസിൽ ഇംഗ്ലീഷ് കോമ്പ്രിഹെൻഷൻ നേരത്തെ പറഞ്ഞ സംഗതി വരുന്നുണ്ട്, ജനറൽ നോളജ് അവയർനെസ്സും വരുന്നുണ്ട്, അവിടെ തന്നെ കമ്പ്യൂട്ടർ ബേസിക്സ് എന്ന് പറഞ്ഞ അഡീഷണൽ സംഗതി വരുന്നത്. ഇത് MBA വരാത്തതാണ്, COQP 11 വരാത്തത്. അപ്പം ജനറൽ ആപ്റ്റിറ്റ്യൂഡിൽ ഈ പറഞ്ഞ സംഗതികളൊക്കെ വരുന്നുണ്ട്, ലോജിക്കൽ റീസണിങ്ങും ഒക്കെ വരുന്ന സംഗതിയാണ്. അപ്പം COQP 12 പ്രിപ്പയർ ചെയ്യുന്ന ഒരാൾക്ക് അഡീഷണലി ആ കമ്പ്യൂട്ടർ ബേസിക്സ് കൂടി പഠിച്ചു കഴിഞ്ഞാൽ COQP 11 കൂടി നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പൊ ഇത് രണ്ടും കൂടി സഹായിക്കുന്ന ഒരു ഓപ്ഷനാണ് പെപ്പ് ലേണിംഗ് നിങ്ങൾക്കുള്ളത്. നിങ്ങൾക്ക് കമ്പൈൻ ആയിട്ട് COQP 11ഉം 12ഉം ലഭിക്കുന്ന സ്വഭാവത്തിലുള്ള MBA ക്രാക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള പെപ്പ് ബാച്ച് അഡ്മിഷൻ ഇപ്പോൾ ഓപ്പൺ ആയിട്ടുണ്ട്. അഡ്മിഷനുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഫോർ ഡീറ്റെയിൽസ് 7025000555. എന്താണ് നമ്മൾ കൊടുക്കുന്നത്? പ്രീ റെക്കോർഡഡ് ക്ലാസ്സുകൾ ഉണ്ടാവും, ലൈവ് ക്ലാസ്സസ് ഉണ്ടാവും, മോക്ക് ടെസ്റ്റുകൾ ഉണ്ടാവും, മെറ്റീരിയൽസ് ഉണ്ടാവും. നിങ്ങൾക്ക് എൻട്രൻസ് എക്സാമിനേഷനുമായി ബന്ധപ്പെട്ടുള്ള റെഫറൻസ് സംവിധാനങ്ങൾ ഉണ്ടാവും. എൻട്രൻസ് എക്സാമിനേഷന്റെ ഒരു പ്രോസസ്സ് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യേണ്ടി വരും. ഇപ്പൊ എക്സാമിനേഷന്റെ നോട്ടിഫിക്കേഷൻ മുതൽ യൂണിവേഴ്സിറ്റിയിലേക്കുള്ള നോട്ടിഫിക്കേഷൻ മുതൽ അപ്ലിക്കേഷൻ പ്രോസസ്സ് മുതൽ യൂണിവേഴ്സിറ്റി അപ്ലൈ ചെയ്യുന്ന പ്രോസസ്സ് മുതൽ യൂണിവേഴ്സിറ്റി സെലക്ഷൻ മുതൽ ഏതൊക്കെയാണ് നിങ്ങൾക്ക് പറ്റിയ കരിയർ മാപ്പിംഗ് തുടങ്ങിയിട്ടൊക്കെയുള്ള എല്ലാവിധ സപ്പോർട്ടിനും പെപ്പ് ലേണിംഗ് നിങ്ങളെ കൂടെ ഉണ്ടാവും. വി ഹാവ് 9 years of experience in this field. സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലേക്ക് വ്യത്യസ്ത സബ്ജക്റ്റിൽ വിദ്യാർത്ഥികളെ സപ്പോർട്ട് ചെയ്യും, ഹെൽപ്പ് ചെയ്യും, ഗൈഡ് ചെയ്യും, മെന്റർ ചെയ്യും. അവർ സെൻട്രൽ യൂണിവേഴ്സിറ്റിക്ക് എത്തുകയും ചെയ്തൊരു എക്സ്പീരിയൻസ് നിന്നുകൊണ്ട് നമുക്ക് കുറച്ചുകൂടി എന്ത് ചെയ്യാൻ പറ്റും, ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റും. കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങൾക്കും നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഇതൊക്കെ കാര്യങ്ങൾ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് പഠിക്കുകയും ഒക്കെ ചെയ്യാവുന്നതാണ്. സോ ഇങ്ങനെ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലേക്ക് മാനേജ്മെന്റ് കോഴ്സിലേക്ക് പോകാൻ താല്പര്യമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കുള്ള വഴികളും അവർക്ക് വിവിധ യൂണിവേഴ്സിറ്റികളെയും പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ജസ്റ്റ് നമ്മൾ ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ ചെയ്തിട്ടുള്ളത്. അപ്പൊ എന്താണ് നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുള്ളത്, സെൻട്രൽ യൂണിവേഴ്സിറ്റികളെ കുറിച്ച് ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എന്താണ് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, വിശദമായിട്ട് പരിഗണിക്കുക ചെയ്യാന്നുള്ളത്. ടിസ് CUT ഒഴിവാക്കി എന്നുള്ളത് സയ്യിദ് പറയുന്നുണ്ട്. ഓക്കെ, ടിസുമായി ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും വിശദമായിട്ട് നമ്മൾ വേറെ സെഷൻ ചെയ്യുന്നുണ്ട്. കാറ്റ് സ്കോർ പരിഗണന. അപ്പൊ മാനേജ്മെന്റ് മേഖലയിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് പ്രൈമറി ഫോക്കസ് എന്നുള്ള നിലക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രൈമറി ഫോക്കസ് എന്നുള്ള നിലക്ക് നിങ്ങൾക്ക് കാറ്റ് സ്കോർ വെച്ചുകൊണ്ടുള്ള അഡ്മിഷൻ കിട്ടുന്ന സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. ഇപ്പൊ JNUവിൽ നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ JNUവിൽ കാറ്റ് സ്കോർ ആണ് പരിഗണിക്കുന്നത്. ഇപ്പൊ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ കാറ്റ് സ്കോർ ആണ് പരിഗണിക്കുന്നത്. ബനാറസ് യൂണിവേഴ്സിറ്റിയിൽ കാറ്റ് സ്കോർ ആണ് പരിഗണിക്കുന്നത്. ഇങ്ങനെ വ്യത്യസ്ത യൂണിവേഴ്സിറ്റികൾ നിങ്ങൾക്ക് ഓപ്ഷൻസ് ഈ പറയുന്ന സ്വഭാവത്തിലേക്ക് വരുന്നു എന്നതാണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് അറിയണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യാം, നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യുകയും ഇതുമായി ബന്ധപ്പെട്ട് അറിയുകയൊക്കെ ചെയ്യാവുന്നതാണ്. സോ മീൻവൈൽ നമുക്ക് മുസമ്മിൽ നമ്മുടെ കൂടെ ഉണ്ട്. എന്താണ് മുസമ്മിലുമായി ബന്ധപ്പെട്ടുള്ള നമുക്ക് മുസമ്മിലോട് കൂടി ചോദിക്കാം, എന്താണ് മാനേജ്മെന്റ് സെക്ടറിൽ സംഭവിക്കുന്നത്, എങ്ങനെയാണ് എൻട്രൻസ് എക്സാമിനേഷൻ പ്രിപ്പറേഷൻ, അതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയണം താല്പര്യമെങ്കിൽ മുസമ്മിലായിട്ട് ഇന്ററാക്ട് ചെയ്യാവുന്നതാണ്. സോ മുസമ്മിൽ ഈസ് അസോസിയേറ്റഡ് വിത്ത് നമ്മുടെ ടീമിന് തന്നെ ഭാഗമായിട്ടുള്ള ആളാണ് മുസമ്മിൽ എന്ന് പറയുന്നത്. നമ്മുടെ ഫാക്കൽറ്റി ആയിരുന്നു. ഇപ്പം MBA ചെയ്തുകൊണ്ടിരിക്കുകയാണ് FMSൽ ഡൽഹിയിൽ. അപ്പോ നിങ്ങൾക്ക് എന്താണ് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, മുസമ്മിൽ വിൽ ഇൻട്രൊഡ്യൂസ് ഹിംസെൽഫ് ആൻഡ് ഷെയർ ദ ഡീറ്റെയിൽസ്. ഓക്കെ, ഓവർ ടു മുസമ്മിൽ. താങ്ക് യു ഓൾ. താങ്ക് യു അംബിലിക. ഹലോ, ഹായ്, എൻ്റെ പേര് മുസമ്മിൽ. ഞാൻ വയനാട്ടുകാരനാണ്. ഫറൂഖ് കോളേജ് കോഴിക്കോടിലാണ് എൻ്റെ ഡിഗ്രി ചെയ്തത്. അത് കഴിഞ്ഞ് 1 year 2 year ഗ്യാപ്പ് ഉണ്ട് എനിക്ക്. കാറ്റിനൊക്കെ പ്രിപ്പയർ ചെയ്തു. FMS ഡൽഹിയിൽ ഇപ്പോൾ MBA സെക്കൻഡ് ഇയർ ചെയ്തുകൊണ്ടിരിക്കുന്നു. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കതൊരു ഫോർമൽ സെക്ഷൻ ആക്കാതെ ഒരു ഇന്ററാക്റ്റീവ് സെക്ഷൻ ആക്കി വെക്കാം. ഞാൻ കൂടുതൽ കാര്യങ്ങളും നബിൽക്ക് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഏതൊക്കെ ഇൻസ്റ്റിറ്റ്യൂട്ടുകളെ പറ്റിയിട്ടും MBA പറ്റിയിട്ടുള്ള നബിൽക്ക് കുറെ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ റാദർ ദാൻ ഞാൻ കുറെ കാര്യങ്ങൾ പറയുന്നതിനെക്കാട്ടും നല്ലത് നിങ്ങളുടെ സംശയങ്ങൾ MBAയുമായി പറ്റിയിട്ടുള്ള എങ്ങനെ MBA ചെയ്യണം, എന്തുകൊണ്ട് MBA എന്നുള്ള കാര്യങ്ങളെ പറ്റി നിങ്ങൾക്കുള്ള സംശയങ്ങൾ എന്താക്കാം എന്നോട് ചോദിക്കുക എന്നുള്ളതായിരിക്കും ഏറ്റവും ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഞാനൊരു ഇൻട്രോ പറഞ്ഞുതരാം എന്തുകൊണ്ട് MBA.
എന്തുകൊണ്ട് നിങ്ങൾ 2024 MBA ചെയ്യണം, 2 എങ്ങനെ MBA ചെയ്യണം. ഞാൻ കുറച്ചുകൂടി കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന കാര്യം നിങ്ങൾ എങ്ങനെ MBA ചെയ്യുന്നു എന്നുള്ളതാണ്. എവിടെ MBA ചെയ്യണം എന്നുള്ളതിനെ പറ്റി എബിലിക്ക് ഓൾറെഡി സംസാരിച്ചു. നിങ്ങൾ CAT എഴുതിയിട്ട് എന്തൊക്കെ ടാർഗറ്റ് ചെയ്യാൻ സാധിക്കും, CUT എഴുതി എന്തെല്ലാം ടാർഗറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതിനെ പറ്റിയെല്ലാം എബിലിക്ക് സംസാരിച്ചു കഴിഞ്ഞു. ഞാൻ എഴുതിയത് CAT ആണ്. ഞാൻ CAT എഴുതി. FMS MBA എന്ന് പറയുന്നത് ഇന്ത്യയിലെ ടോപ്പ് 5 ബി സ്കൂൾസ് പെടുന്ന ഒരു MBA കോഴ്സാണ്. FMSലെ MBA കോഴ്സ് എന്ന് പറയുന്നത്. ഇവിടെ സെക്കൻഡറി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാനിപ്പോൾ. അപ്പോൾ MBA എന്ന് പറയുന്നത് മാനേജ്മെന്റ് മേഖല എന്ന് പറയുന്നത് ബാക്കിയുള്ള മേഖലയിൽ നിന്ന് വളരെ വ്യത്യസ്തമാക്കി നിർത്തുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു 100 വർഷം കഴിഞ്ഞാൽ നമുക്ക് വളരെ ഷുവറായിട്ട് ലോകത്തുണ്ടാകും, അല്ലെങ്കിൽ ഇന്ത്യയിലെല്ലാം എല്ലാ കോളേജുകളിലും ഉണ്ടാകുമെന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന ഒരു സിലബസിൽ വ്യത്യാസം ഉണ്ടാകും, രീതികളെല്ലാം കുറെ വ്യത്യാസങ്ങൾ വരുമെങ്കിൽ പോലും മാനേജ്മെന്റ് മേഖലയുടെ സാധ്യത എന്ന് പറയുന്നത് എന്നും വളരെ സുപ്രധാനമാണ്. ഇന്നിപ്പോൾ ലോകം സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത് AI-യുടെയും പല ടെക്കിന്റെയും വരവോടുകൂടി പല റെവല്യൂഷണറി ചേഞ്ചസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ മാനേജ്മെന്റ് മേഖലയുടെ ഒരു ചാൻസസ് എന്ന് പറയുന്നത്, നിങ്ങളുടെ ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുന്നത് ഭയങ്കര വൈഡാണ്. നിങ്ങൾ ഇന്ന് മാനേജ്മെന്റ് മേഖലയിലോട്ട് കടന്നു കഴിഞ്ഞാൽ, അതിലോട്ട് നിങ്ങളിപ്പോൾ ഡിഗ്രി കഴിഞ്ഞിരിക്കുകയാണ്, മാനേജ്മെന്റ് മേഖലയിൽ ഒരു കരിയർ ബിൽഡ് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ നിങ്ങൾ മുന്നിൽ തുറന്നിരിക്കുന്ന വാതിലുകളുടെ എണ്ണം എന്ന് പറയുന്നത് വളരെ വലുതായിരിക്കും. കുറേ ഡൊമെയിൻസ് ഉണ്ട്. ഇപ്പോൾ MBA ചെയ്യുമ്പോഴാണെങ്കിൽ മാർക്കറ്റിംഗ് ഉണ്ട്, ഫൈനാൻസ് ഉണ്ട്, കൺസൾട്ടിംഗ് ഉണ്ട്, പ്രൊഡക്റ്റ് മാനേജ്മെന്റ് ഉണ്ട്, ഓപ്പറേഷൻസ് ഉണ്ട്, IT ഇൻ MBA ഉണ്ട്, അതുകൂടാതെ ട്രാവൽ ആൻഡ് ടൂറിസം, അങ്ങനെ ധാരാളം ഡൊമെയിനുകളിൽ ധാരാളം ഇൻഡസ്ട്രികൾ വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങളുടെ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മളൊരു ബയോടെക്നോളജി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വളരെ സ്പെഷ്യലൈസ്ഡ് ഒരു കോഴ്സ് ചെയ്യുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് പറയുന്നത് ആ ഇൻഡസ്ട്രി ഡൗൺ ആയി കഴിഞ്ഞാൽ, ആ ഇൻഡസ്ട്രി ഒരു 3-4 വർഷത്തേക്ക് മാർക്കറ്റ് മോശമായി കഴിഞ്ഞാൽ നിങ്ങളുടെ കരിയറിനെ ബാധിക്കും. എന്നാൽ മാനേജ്മെന്റ് മേഖല അങ്ങനെയല്ല. നിങ്ങൾ അതിലൊരു സ്കില്ല് ബിൽഡ് ചെയ്ത്, നിങ്ങൾ അതിലൊരു പ്രൊഫൈൽ ബിൽഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ ഓപ്പർച്യൂണിറ്റീസ്, നിങ്ങളുടെ മുന്നിൽ ഡോറുകൾ എന്ത് ചെയ്യുന്നില്ല, ക്ലോസ് ആവുന്നില്ല. നിങ്ങൾക്ക് എന്നും അവസരങ്ങൾ എപ്പോഴും ഓപ്പൺ ആയിരിക്കും, സ്വിച്ച് ചെയ്യാനും പുതിയ കാര്യങ്ങൾ ട്രൈ ചെയ്യാനൊക്കെ. നിങ്ങൾ ചെയ്യാനുള്ള കാര്യങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത്, സാധ്യതകൾ എന്ന് പറയുന്നത് വളരെ വലുതാണെന്നുള്ളതാണ്. അപ്പോൾ എന്തുകൊണ്ട് MBA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ 2 കാര്യങ്ങളാണ് പറയുക. ഒന്ന്, വൈഡ് ഓപ്പർച്യൂണിറ്റീസ് ആണ്, ധാരാളം സാധ്യതകളുണ്ട് മാനേജ്മെന്റ് കോഴ്സുകൾക്ക് ശേഷമുള്ള കരിയറിന്. 2, നിങ്ങളുടെ കരിയർ ട്രജക്ടറി വളരെ ഹെവി ആയിരിക്കും. എന്ന് വെച്ചാൽ ഒരു MBA കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ഡിപ്പെൻഡിങ് ഓൺ ദ കോളേജ്, നിങ്ങളൊരു ചെറിയ MBA കോളേജിൽ നിന്ന് MBA ചെയ്ത് കഴിഞ്ഞിട്ട് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുന്നത് കുറച്ച് ചെറുതായിരിക്കും. എന്നാൽ നിങ്ങൾ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലോ അല്ലെങ്കിൽ ഇതേപോലെ IIMസിലോ ബി സ്കൂൾസിലോ ഒക്കെ MBA ചെയ്ത് കഴിഞ്ഞാലുള്ള ഒരു മെച്ചം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന എൻട്രി, ലൈക് മാനേജ്മെന്റ് അല്ലെങ്കിൽ കോർപ്പറേറ്റ് ഫീൽഡിൽ നിങ്ങൾക്ക് കിട്ടുന്ന എൻട്രി എന്ന് പറയുന്നത് ഫാർ ബെറ്റർ ആയിരിക്കും. സ്വാഭാവികമായിട്ടൊരു ജസ്റ്റ് ബിലോ മിഡ് മാനേജർ ലെവലിലൊക്കെ ആയിരിക്കും നിങ്ങൾ ജോയിൻ ചെയ്യുക, അല്ലെങ്കിൽ ഒരു മാനേജർ ലെവൽ അല്ലെങ്കിൽ ലോവർ മാനേജർ ലെവലിലൊക്കെ ആയിരിക്കും നിങ്ങൾ ജോയിൻ ചെയ്യാന്ന് പറയുന്നത്. ആ ഒരു പോയിന്റ് മുതൽ നിങ്ങൾക്ക് നിങ്ങളുടെ കരിയർ ട്രജക്ടറി എന്ന് പറയുന്നത് വളരെ ഹെവിയാണ്. നിങ്ങൾക്ക് മുന്നോട്ട് പോകുന്നത്, നിങ്ങൾ അപ്സ്കിൽ ചെയ്യാൻ, നിങ്ങൾ ഹസിൽ ചെയ്യാൻ റെഡി ആണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പോയിന്റിൽ നിന്ന് ആ കമ്പനിയുടെ, അല്ലെങ്കിൽ സെയിം കമ്പനിയുടെ ആയിരിക്കണം എന്നല്ല, ഈ കമ്പനിയുടെ CMO, നിങ്ങൾ ഒരു മാർക്കറ്റിംഗ് സ്പെഷ്യലിസ്റ്റ് ആണെങ്കിൽ CMO മുതൽ CEO, അല്ലെങ്കിൽ CFO, CXO, അല്ലെങ്കിൽ COO, അങ്ങനെ ധാരാളം ഓപ്പർച്യൂണിറ്റീസ്, അല്ലെങ്കിൽ ഒരു ഗ്രോത്ത് എന്ന് പറയുന്നത് വളരെ ഹെവിയാണ്. ലൈക്ക് ലോങ് ടേമിൽ നിങ്ങൾ നോക്കുമ്പോൾ ഒരു 10-25 വർഷം കൊണ്ട് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കരിയർ എന്ന് പറയുന്നത്, കരിയർ സാധ്യത എന്ന് പറയുന്നത് ഒരു മാനേജ്മെന്റ് സ്റ്റുഡന്റ് എന്ന നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത് അത് ഭയങ്കര അനന്ത സാധ്യതകളുള്ളതാണ്. അതുകൊണ്ടാണ് പ്രധാനമായും നിങ്ങൾ എന്തുകൊണ്ട് MBA ചെയ്യണം rather ബാക്കി പല കോഴ്സുകളെയും പറ്റി കമ്പയർ ചെയ്യുമ്പോൾ എന്തുകൊണ്ട് നിങ്ങൾ MBAയിലോട്ട് പോകണം എന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ട് പറയാൻ 2 കാര്യങ്ങളാണ്. ഒന്ന്, വൈഡ് ഓപ്പർച്യൂണിറ്റീസ് ആണ്. 2, ഭയങ്കര പ്രോസ്പെറസ് ആയിട്ടുള്ള ഒരു കരിയർ ട്രജക്ടറിയാണ്. ഓക്കെ, ഇനി ഞാൻ ഒരു കാര്യം സംസാരിക്കാനുള്ളത് എങ്ങനെ നിങ്ങൾ MBA ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ ഒരു MBA നിങ്ങൾക്കറിയാം, നിങ്ങളുടെ ഫ്രണ്ട്സിനെ ചിലപ്പോൾ കുറേ പേരുണ്ടാകും ഓൾറെഡി MBA ചെയ്ത് കൃത്യമായ ജോബ് കിട്ടാതെ, സ്റ്റെബിലിറ്റി കരിയറിൽ കീപ്പ് ചെയ്യാൻ പറ്റാതെ, അല്ലെങ്കിൽ പഠിച്ച കാര്യമായി ഒരു ബന്ധവുമില്ലാത്ത കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളൊക്കെ. നമ്മുടെ എഞ്ചിനീയേഴ്സ് MBAക്കാരും ഇന്ത്യയിൽ അങ്ങനെയാണ്. ധാരാളം MBAക്കാരുണ്ട്, ധാരാളം എഞ്ചിനീയേഴ്സ് ഇന്ത്യയിലുണ്ട്. ഇവരൊക്കെ ചെയ്യുന്ന ജോലി എന്ന് പറയുന്നത് ചിലപ്പോൾ അവരുടെ പഠിച്ച ജോബുമായിട്ട് പഠിച്ച കാര്യങ്ങളുമായി ബന്ധപ്പെട്ടതായിരിക്കണമെന്നില്ല.
പക്ഷെ അതിനുള്ള കാരണം എന്ന് പറയുന്നത്, നിങ്ങൾ നല്ലൊരു യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുക്കുന്നു, ആ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠിച്ച് പാസ്സായി ഇറങ്ങുമ്പോൾ നിങ്ങളുടെ എല്ലാ യൂണിവേഴ്സിറ്റിയിലെ സർട്ടിഫിക്കേഷൻ ഉണ്ട്. ആ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് തരുന്നത് കുറെ അവസരങ്ങളായിരിക്കും, കുറെ ഇന്റർവ്യൂ അവസരങ്ങളായിരിക്കും, അല്ലെങ്കിൽ കുറെ ജോബ് അവസരങ്ങളായിരിക്കും. പക്ഷെ ആ പോയിന്റിന്റെ അപ്പുറത്തേക്ക് നിങ്ങൾ വളരണമെങ്കിൽ നിങ്ങൾ അപ്സ്കിൽ ചെയ്യുക എന്നുള്ളതാണ്, നിങ്ങൾ പ്രൊഫൈൽ ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. ചുമ്മാ 2 വർഷത്തെ MBA ചെയ്യുന്നത് കൊണ്ട് കാര്യമായ ലൈഫിൽ നിങ്ങൾക്കൊരു ക്വാളിഫിക്കേഷൻ കിട്ടുന്നു എന്നുള്ളതാണ്ട് അതിനപ്പുറത്തേക്ക് ഒന്നും സംഭവിക്കത്തില്ല. നിങ്ങൾക്ക് ഒരു നല്ലൊരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നിങ്ങൾ MBA ചെയ്ത് കഴിഞ്ഞാൽ അവിടുത്തെ കുറെ നെറ്റ്വർക്ക്സ് കിട്ടും, നിങ്ങളുടെ ലാംഗ്വേജ് കുറെ ബെറ്റർ ആവും. കേരളത്തിന് പുറത്ത് പോയി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കുറെ ലൈഫിൽ കുറെ കാര്യങ്ങൾ പഠിക്കും. ബട്ട് അതിന്റെ കൂടെ തന്നെ നിങ്ങൾ കുറെ സ്കില്ലും കൂടി ബിൽഡ് ചെയ്തില്ല എങ്കിൽ പിന്നെ നിങ്ങൾക്ക് കിട്ടുന്ന അവസരങ്ങളുണ്ട്. ഈ നെറ്റ്വർക്ക്സ് കൊണ്ടും നിങ്ങളുടെ കയ്യിലുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കറ്റ് എന്ന MBA സർട്ടിഫിക്കറ്റ് എന്ന ക്വാളിഫിക്കേഷൻ കൊണ്ടും നിങ്ങൾക്ക് കിട്ടുന്ന ധാരാളം അവസരങ്ങളുണ്ട്. ഈ അവസരങ്ങളിൽ നിങ്ങൾ പെർഫോം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഈ 2 വർഷം കൊണ്ട് നന്നായിട്ട് അപ്സ്കിൽ ചെയ്ത് പറ്റുള്ളൂ. അപ്പോൾ മോസ്റ്റ്ലി ഞാൻ ബിലീവ് ചെയ്യുന്നു നിങ്ങളൊരു 20 to 22 വയസ്സ് പ്രായമുള്ള ആളുകളായിരിക്കും ഈ മീറ്റിംഗ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഈ കംഫർട്ട്, ഞാൻ 24 അപ്പോൾ നമ്മുടെ കംഫർട്ട് സോണിന്റെ പുറത്തേക്ക് വരാനുള്ള ആ ഹൈ പോയിന്റ് ഓഫ് ടൈമിലാണ് ഇപ്പൊ നിങ്ങളൊക്കെ ഉള്ളത്. അപ്പൊ എങ്ങനെയാണ് കംഫർട്ട് സോണിന്റെ പുറത്ത് വരിക എന്നുള്ളത്? അത് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം നന്നായി ഒരു എൻട്രൻസ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ നേടുന്നു, അല്ലെങ്കിൽ നല്ലൊരു ബിസിനസ് സ്കൂളിൽ അഡ്മിഷൻ നേടുക എന്നുള്ളതാണ്. 2 പിന്നെ നിങ്ങൾ എങ്ങനെ കംഫർട്ട് സോണിന്റെ പുറത്ത് വരും? അവിടെ നന്നായിട്ട് നെറ്റ്വർക്ക് ചെയ്യുന്നു, അവിടുത്തെ പുതിയ കൾച്ചർ പഠിക്കുന്നു, പുതിയ ആളുകളെ കണ്ടുമുട്ടുന്നു. അവർക്ക് ആ ഒരു ഇന്ത്യ എന്ന, നിങ്ങൾക്കറിയാം ഇന്ത്യ അത്രയും ഡൈവേഴ്സിഫൈ ആയ ഇന്ത്യ എന്നുള്ള രാജ്യത്ത് ആളുകളെ കുറിച്ചും അവരുടെ കൾച്ചറിനെ പറ്റി നന്നായിട്ട് മനസ്സിലാക്കുന്നു, പുതിയ പുതിയ ലാംഗ്വേജ് പഠിക്കുന്നു, നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ നിങ്ങൾ കുറെ ബെറ്റർ ആക്കുന്നു. ഇതാണ് 2ാമത്തെ ഘട്ടം ഓഫ് നിങ്ങളുടെ കംഫർട്ട് സോണിന്റെ പുറത്ത് വരുന്നത്. 3ാമത് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? അതിന്റെ കൂടെ തന്നെ നിങ്ങളുടെ പ്രൊഫൈൽ ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. MBA ചെയ്തുകൊണ്ടിരിക്കുന്നത് മാനേജ്മെന്റ് സ്റ്റഡീസിലോട്ട് നിങ്ങൾ വരുമ്പോൾ നിങ്ങളുടെ പ്രൊഫൈൽ ബിൽഡ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പ്രൊഫൈൽ ബിൽഡിംഗ് മേർലി ഒരു CV ബിൽഡിംഗ് മാത്രമാകാതെ നിങ്ങൾ വളരെ നല്ല സോഫ്റ്റ് ആൻഡ് ഹാർഡ് സ്കിൽസും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതേപോലെ തന്നെ നിങ്ങളുടെ ഹാർഡ് സ്കിൽ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് ചെയ്യുന്നുണ്ട് എന്നുള്ളത്, അത് ചെയ്യാനുള്ള ഒരു കൃത്യമായ പ്ലാൻ നിങ്ങൾക്ക് ഉണ്ടായിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എന്നാൽ മാത്രമാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളിപ്പോ എൻട്രൻസ് ചെയ്യുന്നു, CUT നിങ്ങൾ എഴുതുന്ന എൻട്രൻസ് എഴുതി ഒരു യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ നേടുന്നു, 2 വർഷം MBA പൂർത്തിയാക്കി അതിന് പുറത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ നിങ്ങളുടെ കരിയർ ബിൽഡ് ചെയ്യാനുള്ള ബേസ് എന്ന് പറയുന്നത് നിങ്ങൾ അക്വയർ ചെയ്തിരിക്കുന്ന പ്രൊഫൈലും സ്കിൽസുമാണ്. എന്താണ് സോഫ്റ്റ് സ്കിൽസ് ആൻഡ് ഹാർഡ് സ്കിൽസ്? സോഫ്റ്റ് സ്കിൽസിൽ വരുന്നത് നിങ്ങളുടെ പ്രധാനപ്പെട്ട സോഫ്റ്റ് സ്കിൽ എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ ആണ്. മാനേജ്മെന്റ് സ്റ്റഡീസിൽ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇറ്റ്സ് ജസ്റ്റ് നോട്ട് അബൌട്ട് ഒരു ലാംഗ്വേജ് പഠിക്കുക എന്നുള്ളത് മാത്രമല്ല, അല്ലെങ്കിൽ ജസ്റ്റ് ഒരാൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ മാത്രമല്ല, എങ്ങനെ ഒരാളോട് കൺവിൻസിംഗ്ലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. അത് ചുമ്മാ ഒരാൾക്ക് സംസാരിക്കുമ്പോൾ പോലും എങ്ങനെ അയാളോട് എഫിഷ്യന്റ് ആയിട്ട് സംസാരിക്കാം, അല്ലെങ്കിൽ വളരെ എഫക്റ്റീവായിട്ട് സംസാരിക്കുക എന്നുള്ളതാണ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് നിങ്ങൾ ബിൽഡ് ചെയ്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം. പിന്നെ കമ്മ്യൂണിക്കേഷൻ സ്റ്റഡീസ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ ലാംഗ്വേജ് എങ്ങനെ നിങ്ങൾക്ക് അറിയത്തില്ല, ഇമ്പോർട്ടൻ്റ്ലി ഇംഗ്ലീഷ് എന്ത് ചെയ്യാണ്ടിരിക്കണം, വളരെ നന്നായിട്ട് ബിൽഡ് ചെയ്തേ പറ്റുള്ളൂ. ആൻഡ് അതൊരിക്കലും പഠിക്കുന്നത് നിങ്ങൾ നിർത്തരുത്. നിങ്ങൾ എത്ര ബെറ്റർ ആണെങ്കിൽ പോലും എവറി ഡേ അത് ബെറ്റർ ആക്കിക്കൊണ്ടിരിക്കാൻ നിങ്ങൾ എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. കമ്മ്യൂണിക്കേഷൻ സ്റ്റഡീസ് എന്ന് പറയുന്നത് ഒരിക്കലും നിർത്തരുത്. പിന്നെ ഒരു സോഫ്റ്റ് സ്കിൽ എന്ന് പറയുന്നത് കൾച്ചറൽ അണ്ടർസ്റ്റാൻഡിങ് ആണ്. പിന്നെ ബേസിക് കമ്പ്യൂട്ടർ നോളജ് കാര്യങ്ങളൊക്കെ സോഫ്റ്റ് സ്കില്ലുകളിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന കാര്യങ്ങളാണ്. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയുള്ള സോഫ്റ്റ് സ്കിൽ എന്ന് പറയുന്നത് ഡിസൈൻ തിങ്കിങ് ആണ്. മറ്റൊന്ന് സ്ട്രാറ്റജിക് തിങ്കിങ് ആണ്. ഡിസൈൻ തിങ്കിങ് എന്നൊക്കെ പറയുന്നത് നിങ്ങൾക്ക് ഒരു കാര്യം ഡിസൈൻ ചെയ്യാൻ പറ്റും എന്നുള്ളതല്ല. ഡിസൈൻ തിങ്കിങ് എന്ന് പറയുമ്പോൾ ഒരു കമ്പനി ഇപ്പോൾ മാർക്കറ്റിംഗ് പൊസിഷൻ ആണെങ്കിൽ ആ കമ്പനിയുടെ ഒരു ലോഗോ ഡിസൈൻ ചെയ്യണം. അപ്പൊ ലോഗോ ഡിസൈൻ ചെയ്യാനുള്ള സ്കില്ലല്ല, ആ ലോഗോ എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് തിങ്ക് ത്രൂ ചെയ്യാനുള്ള സ്കില്ലിനാണ് ഡിസൈൻ തിങ്കിങ് എന്നൊക്കെ പറയുന്നത്. അതുപോലെ സ്ട്രാറ്റജി കാര്യങ്ങൾ, ഇങ്ങനെയുള്ള സ്കില്ലുകൾ ബിൽഡ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് സോഫ്റ്റ് സ്കിൽസ്. ഹാർഡ് സ്കില്ലിലോട്ട് വരുമ്പോൾ നിങ്ങൾക്കുള്ള സോഫ്റ്റ്വെയർ പരിജ്ഞാനം, നിങ്ങൾക്കുള്ള അനലിറ്റിക്കൽ സ്കില്ല്, അല്ലെങ്കിൽ അനലിറ്റിക്കൽ സോഫ്റ്റ്വെയർ ഉപയോഗിക്കാനുള്ള നിങ്ങളുടെ സ്കില്ല്, ഇതെല്ലാമാണ് നിങ്ങളുടെ ഹാർഡ് സ്കിൽസിൽ വരുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ MBA ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ചെയ്യുന്ന കോഴ്സുകൾ, ഇപ്പോൾ ഫൈനാൻസ് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക്
കുറെ ഫൈനാൻഷ്യൽ കോഴ്സുകൾ നിങ്ങൾ അതിൻ്റെ കൂടെ ചെയ്യും. അപ്പോൾ നിങ്ങൾ ബിൽഡ് ചെയ്തെടുക്കുന്ന സ്കിൽസാണ് ഹാർഡ് സ്കിൽസ് എന്ന് പറയുന്നത്. സോ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ MBA ചെയ്യുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രൊഫൈൽ ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. 2 വർഷം കൊണ്ട് മേർലി ചുമ്മാ ഒരു MBA പഠിച്ചിറങ്ങാതെ ആ 2 വർഷം കൊണ്ട് നിങ്ങളുടെ കരിയർ ഗ്രോ ചെയ്യാനുള്ള ബേസ്, ഒരു സ്ട്രോങ് ഫൗണ്ടേഷൻ നിങ്ങൾ ബിൽഡ് ചെയ്യുന്നു എന്നുള്ളത് ഉറപ്പുവരുത്തുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിച്ചാൽ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. കാരണം ഞാനിങ്ങനെ പറയുന്നതിനെക്കാട്ടും എഫക്റ്റീവ് ആവുന്നത് നിങ്ങളുടെ സംശയങ്ങൾ തീർക്കുന്നതായിരിക്കും. പിന്നെ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് പ്രധാനപ്പെട്ട് പറയാനുള്ള കാര്യം. ഇനി എന്തുകൊണ്ട് നിങ്ങൾ MBA ഇങ്ങനെ ചെയ്യണമെന്ന് പ്രത്യേകിച്ച് പറയാൻ കാരണം, ഇപ്പോൾ ഡൽഹി യൂണിവേഴ്സിറ്റിയിലാണ്. ഇവിടെ എല്ലാം വരുന്ന മലയാളികൾ ഇങ്ങനെയാണെന്ന് പറയല്ല, പക്ഷെ ഇവിടെ സെയിം കോളേജിൽ BA പഠിച്ചിറങ്ങുന്ന അല്ലെങ്കിൽ MBA പഠിച്ചിറങ്ങുന്ന പല വിദ്യാർത്ഥികളും ചില സെറ്റ് ഓഫ് ആളുകൾ ഭയങ്കര ടോപ്പ് കോളേജുകളിലും കോളേജുകൾക്ക് അഡ്മിഷൻ എടുത്ത് പോകുന്നു, അല്ലെങ്കിൽ ടോപ്പ് കമ്പനികളിലേക്ക് നല്ല പ്രൊഫൈൽ ജോബുകളിലോട്ട് പോകുന്നതും, എന്നാൽ സെയിം കോളേജിൽ പഠിച്ചിറങ്ങുന്ന ചില ആളുകൾ, ഞാൻ പല ഞങ്ങൾക്ക് മലയാളി കമ്മ്യൂണിറ്റീസിൽ പരിചയമുള്ളതുകൊണ്ട് അവർ പലരും സംഭവിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഡൽഹിയിൽ വരുന്നു, ഒരു 3 വർഷത്തെ കോഴ്സ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇവിടെ വന്നൊരു PG ചെയ്യുന്നു, തിരിച്ചു പോകുന്നു. ഇതിനിടയിൽ പ്രത്യേകിച്ചൊന്നും സംഭവിക്കുന്നില്ല. അവർ കുറെ ഫ്രണ്ട്സിനെ ഉണ്ടാക്കുന്നു, ചിലപ്പോൾ കുറച്ച് യാത്രകൾ പോകുന്നു വളരെ നല്ലതാണ്. പക്ഷെ അതിൻ്റെ അപ്പുറത്ത് കരിയർ റിലേറ്റഡ് ആയിട്ട് അവർക്കൊന്നും ചെയ്യാൻ പറ്റാതെ ചെയ്യാൻ ശ്രദ്ധിക്കാതെ പോകാറുണ്ട്. അപ്പൊ അത് നിങ്ങളുടെ ഭാഗത്ത്, ഇന്ന് ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന ആളുകളുടെ ഭാഗത്ത് സംഭവിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ കൃത്യമായ പ്ലാനോട് കൂടി നിങ്ങളുടെ എൻട്രൻസ് കോച്ചിങ് മുതൽ എൻട്രൻസ് MBA അഡ്മിഷൻ, അവിടുന്ന് അങ്ങോട്ട് 2 വർഷം ചെയ്യുന്ന MBA, ഇതെല്ലാം കൃത്യമായ പ്ലാനോട് കൂടി ചെയ്യാൻ വേണ്ടി നിങ്ങൾ എല്ലാം ശ്രദ്ധിക്കുക. അതാണ് പ്രധാനമായിട്ട് പറയാനുള്ളത്. ഇതെല്ലാം നിങ്ങൾക്ക് തന്നെ ചോദിക്കാനുണ്ടെങ്കിൽ നമുക്കത് ക്ലിയർ ചെയ്യാം. ഗുഡ് കോളേജസ് ഫോർ MBA ഇൻ കേരള. ഇപ്പൊ കേരളത്തിലെ ഏറ്റവും ടോപ്പ് കോളേജ് എന്ന് പറയുന്നത് IIM കോഴിക്കോടാണ്. അത് CAT ബേസ്ഡ് ആണ്. അതല്ലാതെ കേരളത്തിലെ ഗുഡ് കോളേജസ്, ഈ ചോദ്യങ്ങൾ നബീൽക്ക് ക്ലിയർ ചെയ്യുന്നതായിരിക്കും നല്ലത്. നബീൽക്ക, കേരളത്തിലെ നിങ്ങൾ MBA ആണ് പ്രിഫർ ചെയ്യുന്നതെങ്കിൽ കേരളത്തിലെ യൂണിവേഴ്സിറ്റി ക്യാമ്പസുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്? ഒരു ഫസ്റ്റ് പ്രിഫറൻസ് എന്നുള്ള നിലക്ക് എന്ത് ചെയ്യാവുന്നതാണ്? സ്കൂൾ ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ് വരുന്നുണ്ട്, കുസാറ്റ് വരുന്നുണ്ട്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വരുന്നുണ്ട്, കേരള യൂണിവേഴ്സിറ്റി ഒക്കെ പോലുള്ള യൂണിവേഴ്സിറ്റി വരുന്നുണ്ട്. പിന്നെ അതിൻ്റെ അണ്ടറിൽ വരുന്ന കോളേജസും വരുന്നതായിട്ടുള്ളതാണ്. പിന്നെ രാജഗിരി സ്കൂൾ ഓഫ് മാനേജ്മെന്റ് അതിൽ നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അപ്പോൾ കേരളത്തിലേക്ക് നിങ്ങൾക്ക് എക്സാമിനേഷൻ പെർസ്പെക്റ്റീവിൽ CAT സ്കോർ വെച്ച് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടാവുന്നതാണ്. ഫറൂഖ് കോളേജ് ഉണ്ട്. ഫറൂഖ് കോളേജ് ഒക്കെ ഈ പറയുന്ന കാലിക്കറ്റ് ഇതിൽ അണ്ടറിൽ വരുന്ന FIMS, ഫറൂഖ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ് ഒക്കെ അതിൽ വരുന്നതാണ്. അതിൽ CAMAT, കേരള മാനേജ്മെന്റ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്നുള്ള പരീക്ഷയാണ് എഴുതേണ്ടത്. CAT സ്കോർ വെച്ചിട്ടും അഡ്മിഷൻ നടത്തുന്നുണ്ട്. കേരളത്തിൽ CAMAT സ്കോറാണ് പരിഗണിക്കുന്ന എക്സാമിനേഷൻ ആയിട്ട് വരുന്നത്. അത് ശ്രദ്ധിക്കുക. പിന്നെ നേരത്തെ പറഞ്ഞത് IIM ആണ് ഇന്ത്യയിൽ തന്നെ ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ പെട്ടാണ് IIM കോഴിക്കോട് എന്നുള്ളത്. പക്ഷെ കോഴിക്കോട്ടൂർക്ക് പോലും അറിയില്ല എന്നുള്ളതാണ് അതിലുള്ള പ്രധാനപ്പെട്ട ക്രൈസിസ് എന്നുള്ളതാണ് അതിലുള്ള പ്രശ്നം. അമ്മാൻ അംജിദ് കൈവന്നിച്ചിട്ടുണ്ട്. എന്താണ് അമ്മാൻ ചോദിച്ചോളൂ. എനിക്ക് ചോദിക്കാൻ FMSലെ CAT സ്കോർ എത്ര വരും? CAT സ്കോർ, പിന്നെ അതേപോലെ തന്നെ FMSല് വർക്ക് എക്സ്പീരിയൻസ് മാറ്റർ ആണോ? പിന്നെ അതിന്റെ ഇന്റർവ്യൂ പ്രോസസ് എങ്ങനെയാണ്? പിന്നെ ഒരു കൺസൾട്ടിങ് ഫീൽഡിലേക്ക് പോകേണ്ട ആള് ബിസിനസ് അനലിസ്റ്റിന്റെ എക്സ്പീരിയൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ബെനിഫിറ്റ് ആകുമോ? FMSലെ CAT സ്കോർ ജനറൽ ആണെങ്കിൽ 99.3യുടെ മുകളിൽ വേണം. OBC NC ആണെങ്കിൽ, OBC അല്ലെങ്കിൽ SC ST കാറ്റഗറിയിലാണ് വരുന്നതെങ്കിൽ 98ന്റെ മുകളിലുണ്ടെങ്കിൽ, 97ന്റെ മുകളിലുണ്ടെങ്കിൽ തന്നെ ലാസ്റ്റ് 97.4 കോൾ വന്നില്ല. അപ്പൊ ഈ 97.5ന്റെ മുകളിലോട്ട് അല്ലെങ്കിൽ 98ലും ഉണ്ടെങ്കിൽ, 98% ഉണ്ടെങ്കിൽ ഇന്റർവ്യൂ കോൾ വരും. പിന്നെ വർക്ക് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടും, എന്നാൽ അഡ്മിഷൻ അധികം ഉപകാരപ്പെടുത്തില്ല FMSൽ. പിന്നെ 10th സ്കോർ 12th സ്കോർ ഒന്നും FMSൽ എന്തല്ല നിങ്ങൾ അധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫാക്ടർ അല്ല, ഡിഫറെന്റ് ടു അതർ ബി സ്കൂൾസ്. പിന്നെ ബിസിനസ് അനലിസ്റ്റ് റോളുകളുടെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് വളരെ നല്ലതാണ്. കാരണം ഒരു എക്സ്പീരിയൻസ് കാണിക്കുമ്പോൾ ബിസിനസ് അനലിസ്റ്റ് റോൾ എന്ന് പറയുന്നത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. പ്ലേസ്മെന്റ് കിട്ടാനും അത് ആ കരിയർ ട്രജക്ടറിക്കും വളരെ ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ്.
CUT ആൻഡ് കാമാറ്റ് എക്സാംസ് ഡിഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി അതിൽ വരുന്ന ഏരിയകളൊക്കെ സെയിം തന്നെ ആയിരിക്കും. ജനറൽ നോളജ്, മെന്റൽ അബിലിറ്റി, ലോജിക്കൽ ആപ്റ്റിറ്റ്യൂഡ്, റീസണിങ്, ഇംഗ്ലീഷ് ഒക്കെയാണ് ബേസിക്കലി വരിക. അതിൽ വരുന്ന പാറ്റേണിൽ ചെറിയ ഡിഫറൻസുകളൊക്കെ ഉണ്ടാവുള്ളൂ. എക്സാമിനേഷന്റെ രണ്ടും രണ്ട് രീതിയിലാണ് ഓറിയന്റ് ചെയ്തിട്ടുണ്ടാവുക. CUT കുറച്ചുകൂടി ഒരു നാഷണൽ ലെവലിലായിരിക്കും ഓറിയന്റേഷൻ ഉണ്ടാവുക. കാമാറ്റ് കുറച്ചുകൂടി ഒരു കേരള സെക്ടർ ആയിട്ടുണ്ടാവുക. അതാണ് ഡിഫറൻസ്. സിലബസ് ഒക്കെ ഏകദേശം ഒരേ സ്വഭാവത്തിലാണ്. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവുന്ന സാധനം. അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു മാനേജീരിയൽ റോൾ അല്ല. അക്കൗണ്ടിങ് എന്ന് പറയുന്നത് പ്രീ മാനേജീരിയൽ റോളാണ്. അക്കൗണ്ടിങ് ബേസ് ഉള്ള ഒരാൾക്ക് ഫൈനാൻസിലോട്ട് പോകുന്നതായിരിക്കും നല്ലത്. പിന്നെ പറഞ്ഞല്ലോ MBA എന്ന് പറയുന്നത് ഇപ്പൊ നിങ്ങൾ MBA ഫൈനാൻസ് ചെയ്താൽ പോലും ഷിഫ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ബട്ട് നോർമലി അക്കൗണ്ടിങ് ബേസ് ഉണ്ടെങ്കിൽ ആ എക്സ്പീരിയൻസ് കാണിക്കാനാണെങ്കിൽ നിങ്ങൾക്ക് നല്ലത് MBA ഫൈനാൻസ് ചെയ്യുന്നതായിരിക്കും. ഡിഗ്രിക്ക് എത്ര പെർസെന്റേജ് ആണ് വേണ്ടി വരിക? ഡിഗ്രിക്ക് നിങ്ങൾ നല്ലോണം പെർസെന്റേജ് ഒക്കെ കുഴപ്പമില്ല, കുഴപ്പമില്ല. മിനിമം പെർസെന്റേജ് ഒരു 55% ഒക്കെ ആയിരിക്കും മിനിമം എവറേജ് എല്ലായിടത്തും ചോദിക്കാം. അതെല്ലാം മാറ്റർ ആവുന്നത് നിങ്ങളുടെ സ്കോർ ആണ് ബേസിക്കലി നോക്കുക. ഹൗ ഡു യു സ്കോർ ഇൻ സർ? ചോദിച്ചോളാം. ഓക്കെ. സാർ, ഇനി 2025 കാറ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസിന് കൊടുക്കാനുള്ള അഡ്വൈസ്? കാറ്റ് എക്സാമിനാണ് നിങ്ങൾ കാറ്റിന് അപ്ലൈ ചെയ്യാന്നുള്ളതാണ് ആദ്യത്തത്. ബാക്കി അഡ്വൈസ് മുസമ്മിൽ പറയും. കാറ്റ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൽ ആരെങ്കിലും കാറ്റ് ചെയ്താൽ സീരിയസ്ലി വിചാരിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പർ ഞാൻ ഷെയർ ചെയ്യാം. എന്നെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ലൈക്ക് നിങ്ങളുടെ ഇത് കഴിയുന്നത് വരെ ഞാൻ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ലൈക്ക് ഫ്രീ ആവുന്നതനുസരിച്ച് നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഒരു ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് സിലബസും കാര്യങ്ങളും നന്നായിട്ട് മനസ്സിലാക്കുക. പിന്നെ കാറ്റിന് സിലബസ് വളരെ സിമ്പിളാണ്. നിങ്ങൾ 10th ബേസ് ഉണ്ടെങ്കിൽ 10th ബേസ് മാത്സും കാര്യങ്ങളൊക്കെ തന്നെ CUT പോലെ തന്നെ ബേസ് വളരെ സിമ്പിളാണ്. പിന്നെ ചോദിക്കുന്ന ചോദ്യങ്ങളുടെ ലെവലും ആ എക്സാമിന്റെ ഒരു സ്ട്രക്ചറും മാത്രമാണ് ടഫ് ആക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾ നന്നായി പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ കാറ്റ് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്ക് എൻ്റെ നമ്പർ ഞാൻ ജസ്റ്റ് ചാറ്റിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ടെക്സ്റ്റ് ചെയ്യാവുന്നതാണ്. ഇതിൽ കാറ്റ് അപ്ലൈ ചെയ്ത ആള് എത്ര പേരുണ്ട് എന്ന് അറിഞ്ഞാൽ കൊള്ളാം. അപ്ലൈ ചെയ്ത ആളുകളുണ്ടെങ്കിൽ അവർക്കൊന്നും പറയാവുന്നതാണ്. അപ്ലൈ ചെയ്തിട്ടില്ല എങ്കിൽ പ്ലീസ് നോട്ട് September 13th ഈസ് ദ ലാസ്റ്റ് ഡേറ്റ് ഫോർ അപ്ലിക്കേഷൻ രജിസ്ട്രേഷൻ. 2024 നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. അതായത് സാധാരണ നവംബറിലാണ് എക്സാമിനേഷൻ നടക്കുക. അതായത് അടുത്ത വർഷത്തേക്കുള്ള അഡ്മിഷന്റെ പ്രോസസ്സാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ അടുത്ത കൊല്ലം അഡ്മിഷൻ കിട്ടണം, അടുത്ത വർഷം നോക്കിയിട്ട് കാര്യമില്ല. ഈ വർഷം തന്നെ അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യണം. സോ അപ്ലൈ ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ September 13th ലാസ്റ്റ് ഡേറ്റിലേക്ക് കാത്തു വെക്കേണ്ടതില്ല. അപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. ബാക്കി സിലബസ് അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ എക്സാമിനേഷൻ സപ്പോർട്ടൊക്കെ സെമ്മിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, പിന്നെ മറ്റു ക്വസ്റ്റ്യൻസ് കൂടെ നോക്കി. ഇന്റർനാഷണൽ ബിസിനസ് എടുത്തു കഴിഞ്ഞാൽ അബ്രോഡ് ജോബ്സ് നോക്കുന്ന അങ്ങനെ ഒന്നുമില്ല. എൻ്റെ അറിവിൽ അങ്ങനെ പ്രശ്നങ്ങളൊന്നും കേട്ടില്ല. പ്ലേസ്മെന്റ്സ് ഒക്കെ എന്തിന്റെ പ്ലേസ്മെന്റ്സ് ആണെന്നുള്ളത് അറിയില്ല. പ്ലേസ്മെന്റ്സിനെ കുറിച്ച് പറഞ്ഞുതരാം. ഇന്ത്യയിൽ ഒരു 100% പ്ലേസ്മെന്റ്സ് എന്നുള്ള സാധ്യത എന്ന് പറയുന്നത് ടോപ്പ് ബി സ്കൂളുകളിൽ മാത്രമാണുള്ളത്. ഒരു ടോപ്പ് 30 അല്ലെങ്കിൽ ഒരു ആദ്യത്തെ 40 ബി സ്കൂളുകളിൽ മാത്രമായിരിക്കും 100% പ്ലേസ്മെന്റ്സ് കോളേജ് ഗ്യാരണ്ടി ചെയ്യും. അതും കോളേജ് ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല. ഒരു കോളേജും FMS ആണെങ്കിൽ IIMS ആണെങ്കിൽ പോലും കോളേജ് ഡയറക്റ്റ് എന്ത് ചെയ്യുന്നില്ല, പ്ലേസ്മെന്റ്സ് ഗ്യാരണ്ടി ചെയ്യുന്നില്ല. അവർ മാർക്കറ്റിംഗ് പ്ലേസ്മെന്റ്സ് ഉപയോഗിക്കുന്നുണ്ടെങ്കിലും അവരൊന്നും ഗ്യാരണ്ടി ചെയ്യുന്നില്ല. പക്ഷേ പ്ലേസ്മെന്റ്സ് നടക്കുന്നുണ്ട്. ടോപ്പ് 10 ബി സ്കൂൾസ് ഒക്കെ എടുക്കുകയാണെങ്കിൽ 100% പ്ലേസ്മെന്റ് നടക്കുന്നുണ്ട്. ടോപ്പ് 40 ബി സ്കൂളിലെല്ലാം അത്യാവശ്യം പ്ലേസ്മെന്റ്സ് നടക്കുന്നുണ്ട്. അതല്ലാതെ വേറെ എവിടെയും ഇന്ത്യയിൽ കോളേജ് പ്ലേസ്മെന്റ്സ് എന്തല്ല അത്ര സ്ട്രോങ് അല്ല. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഇനിയിപ്പോൾ നിങ്ങൾ പ്ലേസ്മെന്റ്സ് ഉള്ളൊരു കോളേജിൽ പോയാൽ പോലും ഇപ്പൊ ടോപ്പ് ബി സ്കൂളിൽ പഠിക്കുകയാണെങ്കിൽ പോലും നിങ്ങളവിടെ പഠിച്ചു വെച്ച് നിങ്ങൾ നല്ലൊരു കമ്പനിയിൽ പ്ലേസ്ഡ് ആയിക്കോണമെന്നില്ല. ആ 2 വർഷം കൊണ്ട് നിങ്ങൾ സ്കില്ല് ബിൽഡ് ചെയ്ത്
നിങ്ങളെ കമ്മ്യൂണിക്കേഷൻ നന്നാക്കി ഇന്റർവ്യൂ സ്കിൽസ് ബിൽഡ് ചെയ്താൽ മാത്രമായിരിക്കും അവിടുത്തെ കോളേജിലെ പ്ലേസ്മെന്റ്സിൽ പോലും നിങ്ങൾ പ്ലേസ്ഡ് ആവത്തുള്ളൂ. ഇനി അതല്ല, നിങ്ങൾ ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ മറ്റാണ് പഠിക്കുന്നതെങ്കിൽ ആ 2 വർഷം കൊണ്ട് നിങ്ങൾ നന്നായിട്ട് നല്ലൊരു പ്രൊഫൈൽ ബിൽഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് നല്ല ലാംഗ്വേജ് ഉണ്ടെങ്കിൽ, ഇന്ത്യയിൽ ധാരാളം കമ്പനികളും ധാരാളം ജോബ് ഓപ്പർച്യൂണിറ്റീസും ഉണ്ട്. നമ്മൾ പലതും അറിയാതെ പോകുന്നതാണ്. ഈ നെറ്റ്വർക്കിന്റെ ഉള്ളിലോട്ട് വരാത്തതുകൊണ്ട് ഇന്ത്യയിലുള്ള ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ അറിയാത്തതാണ്. ആ നെറ്റ്വർക്കിന്റെ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആ ഓപ്പർച്യൂണിറ്റീസ് അറിയുകയും നിങ്ങളുടെ പ്രൊഫൈൽ വെച്ച് നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് ജോലിക്ക് കയറാവുന്നതാണ്. BA ഇംഗ്ലീഷ് ഞാൻ പറയുള്ളൂ, ബേസ് ഇപ്പോൾ ഞാൻ നിങ്ങളുടെ BA ബേസ്, നിങ്ങളുടെ ഡിഗ്രി ബേസ് MBA തമ്മിലുള്ള ബന്ധം നടക്കാം. എൻ്റെ ക്ലാസ്സിൽ ഡെന്റൽ ഡോക്ടേഴ്സ് ഉണ്ട്, ലൈക്ക് കൂടുതൽ എഞ്ചിനീയേഴ്സ് ആണ്, ഡെന്റൽ ഡോക്ടർമാരുണ്ട് എൻ്റെ ക്ലാസ്സിൽ. സാധാ ഡോക്ടേഴ്സ് ഉണ്ട്, അതുപോലെ ബയോടെക്നോളജി ചെയ്തവർ, BCom ചെയ്തവർ, എക്കണോമിക്സ് ചെയ്തവരും. ഞാൻ എക്കണോമിക്സ് ചെയ്ത ആളാണ്. അങ്ങനെ BA പല കാറ്റഗറിയിൽ നിന്നും വരുന്ന ആളുകൾ MBA ചെയ്യാറുണ്ട്. അപ്പൊ അത് എങ്ങനെ മാറ്റർ ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ഡയറക്റ്റ് മാറ്റർ ചെയ്യുന്നില്ല എന്നുള്ള അവസ്ഥ. ഇപ്പോൾ BA ഇംഗ്ലീഷ് പഠിച്ച ഒരാൾക്ക് ആക്ച്വലി ഹെൽപ്ഫുൾ ആവുന്ന കാര്യം, നിങ്ങൾ മാർക്കറ്റിങ്ങിലോട്ട് പോവുകയാണെങ്കിൽ കണ്ടന്റ് സൈഡിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇംഗ്ലീഷ് ഡിഗ്രി നിങ്ങളെ സഹായിക്കും എന്നുള്ളത്. അത് നിങ്ങളുടെ ജോലി കണ്ടെത്താനോ അല്ലെങ്കിൽ മറ്റോ നിങ്ങളത്, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രൊഫൈലോ അത് നിങ്ങൾ എന്ത് ചെയ്യുന്നില്ല, പ്രത്യേകിച്ച് മാറ്റർ ചെയ്യുന്നില്ല. നിങ്ങൾ താല്പര്യമുള്ള മേഖലയിലോട്ട് പോകാന്നുള്ളതാണ്. MBA അതും നിങ്ങൾ ഡൊമൈൻ ഏതാണെന്നുള്ളത്, നിങ്ങൾ ഫൈനാൻസിലോട്ട് പോകണോ അല്ലെങ്കിൽ മാർക്കറ്റിങ്ങിലോട്ട് പോകണോ അല്ലെങ്കിൽ കൺസൾട്ടിങ്ങിലോട്ട് പോകണോ എന്നുള്ളതിനെ പറ്റി നിങ്ങൾ ഇപ്പോഴേ ബോധേഡാവാതെ നിങ്ങൾ ഇതിന് ഉള്ളിലോട്ട് വന്നിട്ട് ഒരു മാനേജൽ സെക്ഷന്റെ ഉള്ളിലോട്ട് വന്നിട്ട് പിന്നെ നിങ്ങൾ അത് ഫിക്സ് ചെയ്യുന്നതായിരിക്കും നല്ലത്. നിങ്ങൾക്ക് ഇങ്ങനെ എന്താണ്, നിങ്ങൾ ഇതിൽ ഒരുപാട് ഫാക്ടേഴ്സ് ഇൻവോൾവ് ആണ്. നിങ്ങൾ ഏത് ചൂസ് ചെയ്യുന്നു സ്പെഷ്യലൈസേഷൻ ഒക്കെ പറയുന്ന സമയത്ത്, MBA ആണെങ്കിൽ പോലും നമ്മൾ ഓവറായിട്ട് ഈ സ്പെഷ്യലൈസേഷനിൽ കെട്ടിക്കുടുങ്ങിയിട്ട് വല്ലാണ്ട് കൺഫ്യൂസ്ഡ് ആവുന്നതിനേക്കാളും നല്ലത് നിങ്ങൾ അതിനെക്കുറിച്ച് എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളതാണ്. ഫസ്റ്റ് യു ഗെറ്റ് ഇൻ ടു ദാറ്റ്, എന്നിട്ട് പിന്നെ ഏത് സ്പെഷ്യലൈസേഷനിലേക്ക് എന്നുള്ളതൊക്കെ പിന്നീട് തീരുമാനിക്കുകയും ചെയ്യാം. അങ്ങനെ വല്ലാണ്ട് കൺഫ്യൂഷൻ ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ടുള്ള എന്താണ് നിങ്ങളുടെ ആപ്റ്റിറ്റ്യൂഡ് എന്നുള്ളതൊക്കെ അറിയാനൊക്കെ ഉള്ള ശ്രമങ്ങൾ നടത്താവുന്നതാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് പോലൊക്കെ സംഗതി ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറച്ചുകൂടി ക്ലാരിറ്റിയിലേക്ക് പോകാൻ വേണ്ടി പറ്റും. അങ്ങനെ ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, കോൺടാക്ട് ചെയ്യുകയും ചെയ്യാവുന്നതാണ്. സോ ഐ തിങ്ക് വി വിൽ വൈൻഡ് അപ്പ്. നമ്മൾ 1 hour ആയി. നമ്മൾ ഓൺലൈൻ സെഷൻ ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ ആളുകൾക്ക് വല്ലാതെ ക്ഷമയില്ല, അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് അവസാനിപ്പിക്കുകയാണ്. സോ ദാറ്റ് വാസ് വെരി ഹെൽപ്ഫുൾ. സ്റ്റുഡൻസിന്, ആസ്പിരൻസിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ വളരെ സീരിയസ്ലി സീരിയസ് നോട്ട് നിങ്ങൾ അത് സ്വഭാവത്തിൽ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വളരെ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ദിസ് ഇസ് എ ജസ്റ്റ് ബിഗിനിങ്. നമ്മൾ തുടങ്ങി നോക്കുകയാണ്. ഏത് രീതിയിൽ നമുക്ക് ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുള്ളത് നമുക്ക് നോക്കാം. അതിന് പെപ്പ് നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടാവും. നേരത്തെ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലേക്ക് എത്തിയ ആളുകൾ, നിങ്ങൾക്ക് ഒരു ഇന്ററാക്ഷൻസ്, ഈ പറയുന്ന മേഖലയിലുള്ള ആളുകൾ, എക്സ്പേർട്ടുമായിട്ടുള്ള ഇന്ററാക്ഷൻസ്, മീറ്റ് സ്കോളർ സെഷൻസ്, ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും നടത്തുകയും നിങ്ങൾക്ക് കൂടുതൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാനൊക്കെ ഉള്ള ശ്രമങ്ങൾ നടത്താം. ഫസ്റ്റ് സ്റ്റേജിൽ നിങ്ങൾ അതിന് ഡിറ്റർമിൻഡ് ആവുകയും പാഷനേറ്റ് ആവുകയും അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യാൻ സന്നദ്ധമാവുകയും ചെയ്യുക എന്നുള്ളതാണ്. ബാക്കി പൊതുവെ ആളുകൾ കാറ്റ് ഭയങ്കര ടഫാണ്, അതുകൊണ്ട് പിന്നെ എനിക്ക് കിട്ടൂല എന്നുള്ളത് ആദ്യം തന്നെ ഉറപ്പിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, അതിലേക്ക് നിൽക്കുന്നത്. സോ അങ്ങനെയൊന്നുമില്ല. നിങ്ങൾക്ക് നല്ല ഹാർഡ് വർക്ക് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി യു ക്യാൻ ക്രാക്ക് എന്നുള്ളതാണ്. അതിന് എല്ലാവരും സപ്പോർട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. ഡെഫിനറ്റ്ലി വിൽ ഹെൽപ്പ്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. ഇതുമായി ബന്ധപ്പെട്ട മെൻസറിങ്ങിന് മുസമ്മിലൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. പിന്നെ അല്ലാതെ നിങ്ങൾക്ക് മറ്റേതെങ്കിലും സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന ആളുകളുമായിട്ട് കണക്ട് ചെയ്യണമെന്നോ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്നോ കോഴ്സിനെ കുറിച്ച് അറിയണമെന്നോ ഒക്കെ താല്പര്യം ഉണ്ടെങ്കിൽ അറിയാവുന്നതാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസിലെ 3 കോഴ്സുകൾ അവരെന്ത് ചെയ്തിട്ടുണ്ട്, അവർ ഈ പറയുന്ന പോലെ കാറ്റ് സ്കോർ അടിസ്ഥാനത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അത് മറ്റു കോഴ്സുകൾ 3 കോഴ്സുകളല്ലാത്ത ബാക്കി കോഴ്സുകളൊക്കെ CUT തന്നെ ആയിരിക്കും വരിക. MHR മാനേജ്മെന്റ് ലേബർ സ്റ്റഡീസ്, ഓർഗനൈസേഷൻ ഡെവലപ്മെന്റ്, ചേഞ്ച് ലീഡർഷിപ്പ്, മാസ്റ്റർ ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഈ 3 കോഴ്സുകളും കാറ്റ് സ്കോറിന്റെ ആവുന്നുള്ളത് അവർ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. സോ താങ്ക് യു ഫോർ നോട്ടിങ് ദാറ്റ്. ഓക്കെ, സോ താങ്ക് യു ഓൾ, താങ്ക് യു വെരി മച്ച്. ഇനി കൂടുതൽ നിങ്ങളെ സുഹൃത്തുക്കളിലേക്കും ഒക്കെ ഷെയർ ചെയ്യുക. ഇത്തരം ഒരു MBA ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഒരു കമ്മ്യൂണിറ്റി ഫോം ചെയ്യുകയും അങ്ങനെ ഒരു ഗ്രൂപ്പ് ആയിട്ടുള്ള ഒരു സ്റ്റഡി മെക്കാനിസത്തിലേക്ക് പോവുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി ഹെൽപ്ഫുൾ ആയിരിക്കും ക്രാക്ക് ചെയ്യുക എന്നുള്ള കാര്യം കൂടി പ്രത്യേകമായിട്ട് സൂചിപ്പിക്കുക കൂടി ചെയ്യാണ്. സോ ലെറ്റ്സ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു മുസമ്മിൽ. നമ്മുടെ ടീമിന്റെ തന്നെ ഭാഗമാണ്, അതുകൊണ്ട്
ഫോർമലായിട്ട് നമ്മൾ അങ്ങനെ പറയുന്നൊന്നുമില്ല. സോ താങ്ക് യു ഓൾ, താങ്ക് യു വെരി മച്ച് ഫോർ കമ്മിങ് ഫോർ ദിസ് സെഷൻ. സോ വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു വെരി മച്ച്. Thank you all. All the best.